മുഖ്യമന്ത്രി തർക്കത്തിലൊക്കെ നമുക്കൊരു നിലപാടുണ്ടോ? അല്ല, മുഖ്യമന്ത്രി തർക്കം എന്ന് പറയുന്നത് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനിയും 2 തവണ തുടർച്ചയായി പരാജയപ്പെട്ട് ഇനി ഇത് വേണോ വേണ്ടോ എന്നുള്ള ആശങ്ക എനിക്കുണ്ടായി. പക്ഷെ ഞാൻ ഒന്ന് തീരുമാനിച്ചു. അന്നേരം എന്നെ അടുത്തുള്ളവർ പറഞ്ഞ് ഒന്ന് ജയിച്ചിട്ട് എന്ത് വേണമെങ്കിൽ തീരുമാനിച്ചു. അതെന്നെ സ്പർശിച്ചു. കാരണം ഞാനങ്ങനെ പരാജയപ്പെട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് കൊള്ളരുതാത്തവനായോ മനസ്സിലായി എന്നുള്ള ചിന്തയാണ് എന്നെ നയിച്ചത്. മക്കളാരിൽ രാഷ്ട്രീയത്തിൽ വേണം, അല്ലെങ്കിൽ ഞങ്ങളൊന്നും കാണത്തില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അന്നേരമൊക്കെ ഞാൻ ഒരിക്കൽ മാത്രം ഇങ്ങനെ വിജയമുള്ള ചേട്ടൻ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിതാവ് പറഞ്ഞിട്ട് അത് നിനക്കൊന്നും പറ്റിയ പണിയില്ല. പക്ഷെ ഗണേശുമായിട്ട് ഇടയ്ക്ക് നിങ്ങൾ സൗഹൃദത്തിലായിരുന്നു, പ്രശ്നം ഉണ്ടാവില്ല. അപ്പം എൻ്റെ അടുത്ത് ഈ ഫ്ലോറിൽ സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു. കുഴപ്പക്കാലത്ത് കണക്ഷൻ കൊടുത്തു, അവസാനം പറ്റിച്ചു, ചതിച്ചു. എൻ്റെ ഷാജാൻ, ഞാനത് അന്ന് AK ആന്റണി ആർക്കും വേണ്ടി ശുപാർശ ചെയ്യാത്ത AK ആന്റണി അന്ന് വീരപ്പ മൊയ്ലിയെ വിളിച്ച് പറഞ്ഞു. അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ജ്യേഷ്ഠൻ പോയി വീരപ്പ മൊയ്ലിയെ കണ്ടു. വീരപ്പ മൊയ്ലിയെ കണ്ടിട്ട് പോലും അവിടെ ഒരു കാര്യവും നടന്നു. ഇതിന് വലിയ ഫ്യൂച്ചർ ഇല്ല, രണ്ടാമത്തെ തോൽവിയും കഴിഞ്ഞ് വെറുതെ എന്നപ്പോൾ എന്നാ പിന്നെ ലാലുവായിട്ട് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമല്ലോ, ഒരു സിനിമ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് പോയി എടുത്തത്. അതിൻ്റെ ആയിട്ടുള്ള വീഴ്ച ആ സിനിമയ്ക്കുണ്ടായി. സിനിമ ആർക്കും പിടികിട്ടിയിരുന്നു, അതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ പിടികിട്ടാതെന്നല്ല ഞാൻ പറഞ്ഞേ. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഉമ്മൻചാണ്ടി നേരിട്ട ആക്ഷേപം എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ സുധാകരൻ ഞാനിങ്ങനെ MLA ഇങ്ങനെ നിൽക്കുന്നു, അസംബ്ലി പിരിഞ്ഞ് നിൽക്കുന്നു. സുധാകരൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരാളെ ചീത്ത പറയുക. ഞാനവിടെ കേട്ടോണ്ടിരിക്കുക. അന്നേരം മനസ്സിലായി എന്നെ ചീത്ത പറയുക. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നിയുക്ത മന്ത്രി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന RSPയുടെ നിയമസഭാ കക്ഷി നേതാവ് ഷിബു ബേബി ജോണാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം. നമസ്കാരം. നിയുക്ത മന്ത്രി എന്ന് വിശേഷിപ്പിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ഇന്നിപ്പോൾ പാർലമെന്ററി പാർട്ടി നേതാവായി തീരുമാനിച്ച സ്ഥിതിക്ക് അത് പ്രഖ്യാപനമായി കാണാം. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നേരിട്ടത്? ഒരു വലിയ ആശങ്ക, 2 തവണ തോറ്റു. അത് വല്ലാത്തൊരു നിരാശ ഉണ്ടാക്കിയതാണല്ലോ. അത് വല്ലാത്ത നിരാശയായിരുന്നു. കാരണം നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാതായി പോകുന്നല്ലോ എന്നൊരു തോന്നൽ വരുമ്പോൾ 50 വർഷക്കാലം എൻ്റെ പിതാവ് പ്രതിദാനം ചെയ്ത ഒരു മണ്ഡലത്തിൽ ഞാൻ വന്ന് പരാജിതനാകുന്നു. പരാജയത്തിൻ്റെ കാരണങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല എന്ന് കണ്ടുകൊണ്ട് RSPയുടെ എൻ്റെ പിതാവിൻ്റെ പിൻബലത്തിൽ വളർന്നു വന്ന ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. ആ കാര്യത്തിലൊക്കെ സഖാവ് പിണറായി നല്ല റിസർച്ച് നടത്തി തന്നെ കൊണ്ടുവന്നു. അങ്ങനെയാണ് പരാജയപ്പെട്ടത്. രണ്ടാമത്തെ തവണ, ആദ്യ തവണ മന്ത്രിയായിരിക്കുന്നവർക്ക് ഡയറക്റ്റ് കണക്റ്റ് നഷ്ടപ്പെടും. നമ്മൾ നല്ല ഭൂരിപക്ഷം ജയിക്കുമെന്ന് പറഞ്ഞു വന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പ്രോഗ്രസ് ചെയ്തതനുസരിച്ച് എനിക്ക് മനസ്സിലായി ഇത് കൈവിട്ട് പോകുന്നു. 16 പക്ഷേ 2021 നമ്മുടെ ആൾക്കാരെല്ലാം തന്ന കോൺഫിഡൻസ് സുഖമായി ജയിക്കും എന്നുള്ളതായിരുന്നു. അന്ന് എനിക്കും പറ്റിയ അബദ്ധം അവർ പറഞ്ഞത്, അവർ ക്രോസ് ചെക്ക് ചെയ്തത് 2016 തോറ്റു, അതുകൊണ്ട് ഇത്തവണ ജയിക്കും എന്നുള്ളതായിരുന്നു. ആ വിശ്വാസമായിരുന്നു. അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനത്തിൽ വീഴ്ചകളുണ്ടായി. എന്നാൽ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനിയും 2 തവണ തുടർച്ചയായി പരാജയപ്പെട്ട് ഇനി ഇത് വേണോ വേണ്ടോ എന്നുള്ള ആശങ്ക എനിക്കുണ്ടായി. ഞാൻ വളരെ വേണ്ടപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവരെല്ലാം നമ്മളൊരിക്കൽ സംസാരിച്ചായിരുന്നു ഈ കാര്യം. അവരെല്ലാം റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം. അന്നേരം പിന്നെ 2021 തോറ്റപ്പോൾ തന്നെ ഞാൻ കൊല്ലം മണ്ഡലത്തിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ, RSPക്കാരല്ല, കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ, ഉന്നത നേതാക്കന്മാർ പോലും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അന്നേരം ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചു, ഇനിയും മത്സരിക്കണോ വേണ്ടയോ, ഇനിയൊരു പരാജയം കൂടെ വന്നാൽ അത് താങ്ങാൻ ഒക്കുന്നില്ല. താങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പരാജയപ്പെട്ടെങ്കിലും എനിക്ക് കിട്ടുന്ന ഒരു സ്നേഹവും ഒരു സമൂഹത്തിൽ കിട്ടുന്ന ഒരു ബഹുമാനവും കിട്ടിക്കൊണ്ടിരുന്ന തുടർച്ചയായിട്ട് തന്നെ എനിക്ക് സാധാരണ 2 പേരാണ് പരാജയപ്പെടുന്ന ഒരാൾ പിന്നെ സമൂഹത്തിൽ ഒന്നും അല്ലാതായി മാറും. പക്ഷെ എനിക്കതല്ല, അങ്ങനെ വ്യത്യസ്തമായൊരു സ്നേഹവും ബഹുമാനവും എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അത് ഇനിയും കളയണോ വേണ്ട എന്ന് ആശങ്കപ്പെടും. പക്ഷെ ഞാൻ ഒന്ന് തീരുമാനിച്ചു. അന്നേരം എന്നെ അടുത്തുള്ളവർ പറഞ്ഞ് ഒന്ന് ജയിച്ചിട്ട് നിർത്തിക്കോ, എന്ത് വേണമെങ്കിൽ തീരുമാനിച്ചോ. അതെന്നെ സ്പർശിച്ചു. കാരണം തോറ്റു നിർത്തണ്ട. മാത്രമല്ല RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് ഓടി പിന്മാറിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും ആയിരക്കണക്കിന് കുടുംബങ്ങൾ RSPയിൽ വിശ്വസിച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ വൈകാരിക ബന്ധമാണ് എൻ്റെ പിതാവിൽ നിന്നുണ്ട്, അത് ഞാൻ വഴി പ്രതിഫലിക്കുന്ന ഒരു വൈകാരിക ബന്ധമാണ്. അതെല്ലാം കളഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു അനീതിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പാർട്ടി അറിയിച്ച് ഞാൻ അങ്ങനെ മത്സരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പാർട്ടിയാണെന്നല്ല തീരുമാനിക്കുന്നത്, അത് ചവറയിൽ തന്നെ എനിക്ക് വേണം. കാരണം ഈ ഒറ്റ കാര്യം കൊണ്ട് അവിടുന്ന് പരാജയപ്പെട്ട് മതിയാക്കേണ്ട കാര്യമില്ല, ജയിച്ചിട്ട്
മതിയാക്കാം എന്നുള്ളത് തന്നെയായിരുന്നു എന്നെ നയിച്ച ചിന്ത. ഇപ്പം വിജയൻ പിള്ളയുടെ കാര്യം പോട്ടെ, വിജയൻ പിള്ളയുടെ മകൻ വന്നിട്ട് തോൽപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഇല്ലേ? കാരണം അതിനുള്ള ഒരു പബ്ലിക് സപ്പോർട്ടൊന്നും ആയിട്ടില്ല. ഞാനത് പൊളിറ്റിക്കലായി കാണുന്നത് അന്ന് ഇല്ല, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു വലിയ LDF കൊടുങ്കാറ്റ് വീശി. അവിടെയാണ് ഒരു 1-to-1 കമ്പാരിസൺ ഉണ്ടായില്ല. LDFന് അനുകൂലമായി കേരളത്തിലുടനീളം ആൾക്കാരെ വോട്ട് ചെയ്തു. ഇത്തവണ പിണറായിക്കെതിരെ ഉണ്ടായതുപോലെ അന്ന് LDFന് അനുകൂലമായി സ്ഥാനാർത്ഥിയെ നോക്കാതുള്ള വോട്ടായിരുന്നു. അവിടെ അദ്ദേഹം വന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാരമ്പര്യമില്ല, പശ്ചാത്തലമില്ല, ഡോക്ടറാണ്. പൊതുപ്രവർത്തനത്തിൽ ഒരു പശ്ചാത്തലം ഇല്ലെങ്കിൽ പോലും അദ്ദേഹം വിജയിച്ചു. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്രോസ് റോഡ്സിലെത്തിയതുപോലെ, വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നത് പോലെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ, മാനസികാവസ്ഥ. കാരണം ഞാൻ പറഞ്ഞില്ലയോ, ഞാനങ്ങനെ പരാജയപ്പെട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് കൊള്ളരുതാത്തവനായോ മനസ്സിലായി എന്നുള്ള ചിന്തയാണ് എന്നെ നയിച്ചത്. പക്ഷെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പം തോറ്റ ഉടൻ തന്നെ പൊതുപ്രവർത്തനം നിർത്തിയെന്ന് തോന്നുന്നല്ലേ? അതാ പ്രവർത്തനം ഇല്ല എന്ന് പറഞ്ഞത്. അന്നേരം ഒരാൾ പറഞ്ഞ് അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 10 വർഷവും അവിടെ നിന്ന് പ്രവർത്തിച്ചു, ചുളിവിൽ കിട്ടിയ ഒരു പദവിയിലിരുന്നു, പോയപ്പോൾ ഇനി 5 കൊല്ലം കഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ടായിരിക്കണം ഞാൻ പരാജയപ്പെട്ട ഒരാളിനെ കുറിച്ച് പിന്നെ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറ്റുന്നതല്ല. അതെ, അപ്പം അങ്ങ് ഒത്തുകിട്ടി. അല്ല, അത് ഇവർ മുതലാക്കിയതാണല്ലോ ആ ഒരു വികാരം. ശ്രീ വിജയൻപിള്ള മരിച്ച ആളുടെ മകനെ തന്നെ നിർത്തി. അദ്ദേഹം കാശും ഉണ്ടായിരുന്നു, സാമ്പത്തികമുണ്ട്, അതെല്ലാം ഘടകം. സാമുദായികമായി വലിയ ബന്ധുബലം അതുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പം അത് ഫലപ്രദമാകും എന്ന് കണ്ടുകൊണ്ട് ഉപയോഗിക്കുമായിരുന്നു. ആ ചെറുപ്പക്കാരൻ മോശക്കാരനൊന്നുമല്ല, മനസ്സിലായി. പക്ഷേ പൊളിറ്റിക്സിൻ്റെ ഒരു പരിചയമില്ലാത്തതിൻ്റെ പോരായ്മ അവിടെ ഉണ്ടായിരുന്നു. അത് ആളുകൾക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഇറങ്ങി മനസ്സിലായെന്ന് തോന്നില്ല. അവർക്ക് MLA മിസ് ചെയ്ത് ഫീൽ വല്ലതും ഉണ്ടായിരുന്നിരിക്കണം അവർക്ക്. തീർച്ചയായിട്ടും 10 വർഷമായിട്ട് അവർ കമ്പാരിസൺ വരുമല്ലോ. മനസ്സിലായി. വൈകാരിക തലം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള മാനസികാവസ്ഥ വേറെ, ഇതെല്ലാം എക്കാലവും നിൽക്കത്തില്ലല്ലോ. മനസ്സിലായി. അത് കഴിയുമ്പോഴത്തേക്കിനാണ് അവർ റിയലൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത്. അത് വെച്ചുകൊണ്ട് അവർ ചെയ്തു. ഇതിപ്പം പ്രചരണത്തിൽ അഡീഷണൽ എന്ത് ചെയ്തു ഇത്തവണ? ഒരു കോഷൻ ഉണ്ടായി കാണുമല്ലോ, കഴിഞ്ഞ തവണ ഉള്ള ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ഇത്തവണ അഡീഷണൽ കുറേ ശ്രദ്ധ കൊടുത്തിരുന്നു. ഷാജൻ, അവിടെ പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെങ്കിൽ UDFനെ തോൽപ്പിക്കാനൊക്കെ പറ്റത്തില്ല. വ്യക്തമായി കോൺഗ്രസും RSPയും ചേരുന്ന ഇതിൽ വ്യക്തമായ മുൻതൂക്കം അവിടെ ഉണ്ട് പൊളിറ്റിക്കലി. അതുകൊണ്ടാണ് അപ്പൊളിറ്റിക്കലായിട്ടുള്ള ഫൈറ്റാക്കി മാറ്റിയത്. ഇത്തവണ തുടക്കം പോലെ ഞങ്ങൾ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണെന്നുള്ളത് വരുത്തി തീർക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ അതിൻ്റെ ഇത് UDFൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ലീഗിൻ്റെ പ്രവർത്തകർ എല്ലാവരും ഏറ്റെടുത്തു. സ്വാധീനമുണ്ട്, ചില മേഖലയിൽ സ്വാധീനമുണ്ട്. പക്ഷേ എനിക്ക് മാത്രം കിട്ടുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, അവിടെ താഴെത്തട്ടിലോട്ട് പോകുമ്പം പാർട്ടി പ്രവർത്തകർ RSP ഏതാ, കോൺഗ്രസ് ഏതാ, ലീഗ് ഏതാന്ന് തിരിച്ചറിയാനൊക്കാത്ത നിലയിലേക്കുള്ള ഐക്യത്തോടുകൂടി അവർ. അതിനോടൊപ്പം ചവറയിൽ RSPയുമായി ബന്ധമില്ലാത്ത കുടുംബങ്ങൾ വളരെ വിരളമാണ്. ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ RSPയിൽ അമ്മയോ അമ്മാവനോ ആരെങ്കിലുമൊക്കെ RSPക്കാരായിട്ടുള്ളൂ. അത്തരം കുടുംബങ്ങളിലൊക്കെ 2 രീതിയിൽ ബേബി ജോണിൻ്റെ മകൻ രാഷ്ട്രീയത്തിൽ വേണമെന്നും RSP ഇവിടെ ഇതോടെ അവസാനിക്കില്ലെന്നുള്ള ഒരു വികാരവും കൂടെ വളർന്നു വന്നുകൊണ്ടാണ് എൻ്റെ പിതാവിന് 1977 മാത്രമാണ് 19,000 ഇഷ്ടം വോട്ട് കിട്ടിയത്. അതിനുശേഷം ചവറയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് 18,000 ഇഷ്ടം വോട്ട് പ്രതീക്ഷിച്ചിരുന്നു. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. ഒരു ഘട്ടത്തിലും നമുക്ക് ആശങ്ക ഉണ്ടായിട്ടില്ല ഇത്തവണ. പിന്നെ അതിൽ ഒരു കാര്യം കൊണ്ടുണ്ട്, ഞാൻ മനസ്സിലങ്ങ് തീരുമാനിച്ചു. കഴിഞ്ഞ 2 തവണയും തോക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് തോറ്റപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം ജനം കൊള്ളത്തില്ല എന്നാണ് വിധി എഴുത്തുന്നെങ്കിൽ അത് എനിക്കുള്ള മെസ്സേജാണ്. തോറ്റാൻ നിർത്തുകയും ചെയ്യും എന്ന് തീരുമാനിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ടെൻഷൻ അനുഭവിച്ചില്ല. പക്ഷേ ഓരോ ഘട്ടത്തിലും അത് എനിക്ക് അനുകൂലം ആയി അവിടെ ഒരു വികാരം നിൽക്കുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടെ. യാദൃച്ഛികമായ രാഷ്ട്രീയത്തിലേക്ക് വന്നല്ലേ? രാഷ്ട്രീയത്തിൽ വരണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. വളരെ യാദൃച്ഛികമായിട്ട്. ഞാൻ 97 എൻ്റെ പിതാവ് ആശുപത്രിയിൽ പെട്ടെന്ന് രോഗബാധിതനാകുന്നു. അതിന് മുമ്പ് 96 ആയിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തോട് ചുറ്റിപ്പറ്റിയിരുന്നവർ, പ്രത്യേകിച്ച് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി വന്ന ശ്രീ വിജയൻപിള്ള, മരണപ്പെട്ട ശ്രീ വിജയൻപിള്ളയൊക്കെ ആയിരുന്നു വളരെ ശക്തമായിട്ട്, പാർട്ടിക്കാരെന്നുള്ള നിലയിൽ മാത്രമല്ല ഞങ്ങൾ കുടുംബം വലിയ അടുപ്പമായിരുന്നു. അന്നേരം ശക്തമായിട്ട് നിങ്ങളാരെങ്കിലും രാഷ്ട്രീയത്തിൽ വേണം, മക്കളാരെങ്കിലും രാഷ്ട്രീയത്തിൽ വേണം, അല്ലെങ്കിൽ ഞങ്ങളൊന്നും കാണത്തില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അന്നേരമൊക്കെ ഞാൻ
ഒരിക്കൽ മാത്രം ഇങ്ങനെ വിജയൻപിള്ള ചേട്ടൻ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിതാവ് പറഞ്ഞിട്ട് അത് നിനക്കൊന്നും പറ്റിയ പണിയില്ല. പറഞ്ഞ വാചകം എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഞാനൊക്കെ ഇറങ്ങിയപ്പം പൊതുപ്രവർത്തനത്തിനൊരു മാന്യത ഉണ്ടായിരുന്നു, ഒരു അജണ്ട ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതൊന്നുമില്ല, നിനക്കൊന്നും പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് അദ്ദേഹം പറഞ്ഞ കാര്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അതവിടെ ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ആശുപത്രിയിൽ അദ്ദേഹം കിടന്ന സമയത്ത് എല്ലാ ദിവസവും ഒട്ടനവധി ആൾക്കാർ ചവറയിൽ നിന്ന് വരുന്നവർ കാണുന്നു, അവർ നൽകുന്ന ഒരു സ്നേഹവും അവർ എൻ്റെ പിതാവിനെ കാണുന്ന അത് നൽകുന്ന ഒരു കരുതലും ഒക്കെ എന്നെ ആകർഷിച്ചു തുടങ്ങി. അന്നാണ് പാർട്ടി അങ്ങ് സ്തംഭനാവസ്ഥയിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രി കിടക്കുമ്പം തന്നെയാണ് സഖാവ് പ്രേമേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ കാസർഗോഡും തിരുവനന്തപുരത്തും. പിന്നെ അത് വന്ന് തെക്കൻ ജില്ലയിലൊക്കെ വന്നു പത്തനംതിട്ട എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഷിബു ഒന്ന് ചവറ വരെ വരണം, നാളെ ജാഥ ചവറയിലേക്ക് എത്തും, നാളെ മറ്റന്നാളും എത്തും ജാഥ ചവറ. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് പൊതുപ്രവർത്തകൻ ആവശ്യമുള്ള പരിശുദ്ധിയൊന്നും എൻ്റെ സ്വഭാവത്തിലോ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല. മനസ്സിലായി. ഞാൻ കുറച്ച് കൂട്ടുകാരുമായിട്ട് അവിടെ പോയി നിന്നപ്പം ജാഥ വരികയും ജാഥയുടെ മുന്നിൽ നിന്നവർ ചാടി ഞാൻ നിൽക്കുന്ന കണ്ടുകൊണ്ട് കൊടിയെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ ജാഥയുടെ ഇതുമായിട്ട് കുറച്ച് ദൂരം നടന്ന് അവസാനിച്ച് എനിക്ക് കൊടി പിടിക്കാൻ പോലും അറിയാൻ വയ്യാന്ന്, കൊടി പിടിക്കേണ്ട രീതി പോലും അറിയില്ല. പക്ഷേ ആ ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി അന്ന്. അവിടെ ചെന്നവിടെ വലിയൊരു ആൾക്കൂട്ടം, എനിക്കറിയാൻ വയ്യാത്ത പരിചയമില്ലാത്ത മുഖങ്ങളാണ്. ഞാൻ അവരുമായിട്ടൊന്നും അങ്ങനെ ഇടപഴകിയിട്ടില്ലല്ലോ പാർട്ടിക്കാരുമായിട്ട്. നിങ്ങളാരെങ്കിലും വന്നേ പറ്റൂ എന്നുള്ള നിലയിലേക്ക്. അതാണ് ഫസ്റ്റ് ഇത്. അതിന് ശേഷം പ്രേമേന്ദ്രൻ്റെ അന്ന് 98 ആദ്യം പ്രേമേന്ദ്രൻ്റെ ഇലക്ഷൻ വന്നു, രണ്ടാമത്തെ ഇലക്ഷൻ. വാജ്പേയിയുടെ ആദ്യത്തെ ഗവൺമെൻറ് പോയിട്ട് 16 മാസം 18 മാസത്തെ ഗവൺമെൻറ് പോയിട്ട് രണ്ടാമത്തെ ഇലക്ഷൻ 98 വന്നു. അന്നേരം സ്വതന്ത്ര കേരളത്തിൽ ആദ്യമായിട്ട് ബേബി ജോൺ ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വോട്ട് അഭ്യർത്ഥിച്ച് വരണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രേമൻ തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പ്രേമൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നു. പ്രേമൻ്റെ പ്രചരണത്തിന് വേണ്ടി ഞാൻ ചെന്നു. പല ഭാഗങ്ങളിൽ ചെന്നപ്പോഴത്തേക്കിനാണ് അവിടുന്ന് ഈ നിലയിലേക്ക് അതിൻ്റെ ഭാഗമായി പിന്നെ അതങ്ങ് തുടർന്നു. പക്ഷേ തുടർന്നപ്പോഴത്തേക്കിന് അത് ആദ്യം പുള്ളി ആരോഗ്യമായിട്ട് ഇരുന്നപ്പം ഇത് രാഷ്ട്രീയത്തിൽ വരണമെന്ന് പറഞ്ഞു വരും. അതിനുശേഷം ഇതിന് വന്നിട്ടങ്ങ് തിരിച്ചു പോകുന്ന പ്രതീക്ഷിച്ചവരും എല്ലാവരും എനിക്കെതിരുമായി. അല്ല, എന്നെ അങ്ങനെയൊക്കെ തെറ്റാൻ വിജയൻ പിള്ളയൊക്കെ തെറ്റാൻ കാര്യം എന്താണ്? അല്ല, അന്നേരത്തേക്കിന് സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്കും അദ്ദേഹത്തിന് പദവി ഉണ്ടായിരുന്നു. വിജയൻ പിള്ളയ്ക്ക് അദ്ദേഹം പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ മാത്രമായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്ഥാനം എൻ്റെ പിതാവിനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക, ആ നിലയിൽ തിരിച്ചിട്ട് വാത്സല്യമുള്ളതും എല്ലാമായിരുന്നു. പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ മാത്രമായിരുന്നു. അതിന് മുകളിലോട്ടേക്കും വന്നിട്ടില്ല, മണ്ഡല കമ്മിറ്റിയിൽ പോലും വന്നില്ലായിരുന്നു. പക്ഷെ സ്വാഭാവികമായി അദ്ദേഹം കടന്നുപോയപ്പോൾ അവിടെ രണ്ടാമൻ വേറെ ഒരാളില്ല. അന്നേരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ആഗ്രഹം വന്ന് കാണും. മനസ്സിലായി, മത്സരിക്കണമെന്നൊരാഗ്രഹം വന്ന് കാണും. അന്നേരത്തേക്ക് നല്ലപോലെ സാമ്പത്തികമായി വളർച്ചയുണ്ടായി. അന്നേരം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം വന്ന് കാണണം. ഈ സമയത്ത് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് സമുദ്രം എന്തായിരുന്നു, ബിസിനസ് ആയിരുന്നു? ഞാൻ എല്ലാ സമയത്തും ഈ സീ ഫുഡ് എക്സ്പോർട്ടിങ് കമ്പനി ആദ്യം കേരളത്തിൽ തുടങ്ങിയ കൂട്ടത്തിൽ എൻ്റെ പിതാവ് 63 തുടങ്ങിയാണ്. ഞാൻ ജനിച്ച വർഷം തുടങ്ങിയതാണ്. ഞാൻ പഠിച്ചിറങ്ങി 86 മുതൽ ആ ബിസിനസ് നോക്കുകയായിരുന്നു. പിതാവ് തന്നെ തുടങ്ങി വെച്ച ബിസിനസ്? പിതാവ് തുടങ്ങി വെച്ചു. നിങ്ങൾ രണ്ടുപേരും ചേട്ടനും ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് തുടങ്ങിയത്. ഞങ്ങൾ എന്നിട്ട് അതിൽ വേറെ രീതിയിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് അക്വാകൾച്ചർ തുടങ്ങിയത് ഞങ്ങളാണ്. സെമി ഇൻറ്റൻസീവ് അക്വാകൾച്ചർ. അതിന് 3 തവണ തുടർച്ചയായിട്ട് പ്രസിഡന്റ് അവാർഡ് എൻ്റെ ജ്യേഷ്ഠന് കിട്ടി. പക്ഷേ ഞങ്ങളുടെ തകർച്ചയിലേക്ക് എത്തിച്ചത് അതാണ്. ഒരു കമ്പനിയായിരുന്നു രണ്ടുപേരും വർക്ക് ചെയ്തത്? ചേട്ടന് അച്ഛൻ്റെ കമ്പനി? ഞങ്ങൾക്ക് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, 1-2 ഇതിലുണ്ട്. പക്ഷേ ഒരു ഫാമിലി ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പോൾ ചേട്ടൻ അതിൻ്റെ കൂടുതൽ ചുമതലയും കൂടെ അങ്ങനെയായിരുന്നു? അല്ല, ഞാൻ ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ, ജ്യേഷ്ഠൻ വേറെ 2 ഇതായിട്ടാണ്. എന്നിട്ട് തകർച്ചയിലേക്ക് വരുവാൻ പറ്റും? അല്ല, അതിലേക്ക് അന്നേരം ഞാൻ മാർക്കറ്റിംഗ് കൂടുതലും, പുള്ളി ബാക്കി. അങ്ങനെ എഞ്ചിനീയറിംഗ് പുള്ളിയും എഞ്ചിനീയറിംഗ്, രണ്ടുപേരും എഞ്ചിനീയറിംഗ് ആണ്. ആ തകർച്ചയിലേക്ക് നിന്ന് അക്വാകൾച്ചർ ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങി. അന്നേരം എല്ലാവരും എൻ്റെ ജ്യേഷ്ഠൻ ടാറ്റയുടെ കൺസൾട്ടൻറ്റ് മുതൽ തുടങ്ങി ഇന്ത്യയിലെ എല്ലാ കോർപ്പറേറ്റുകളുടെയും ചെയ്തിട്ടാണ് കൺസൾട്ടൻറ്റ്. അവർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പെർട്ടീസ് പകർന്നു കൊടുക്കുന്ന, അഡ്വൈസ് കൊടുക്കുന്ന നിലയിലേക്ക്. അത് കഴിഞ്ഞാണ് ബിസിനസ്സിലേക്ക് വരുന്നത്? അല്ലല്ല, ഞങ്ങൾ അക്വാകൾച്ചറിൽ ബൂം ചെയ്തപ്പോൾ, ഇന്ത്യ രാജ്യത്തെ നമ്പർ 1 അക്വാകൾച്ചർ തുടങ്ങിയപ്പോൾ കോർപ്പറേറ്റുകൾക്കെല്ലാം അതിലേക്ക് വരണമെന്ന് ആഗ്രഹം. അങ്ങനെ പുള്ളിയുടെ അഡ്വൈസ് തേടുകയാണ്. ഇനി അക്വാകൾച്ചറിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
അക്വകൾച്ചറിലേക്ക് എത്തുന്നത് ഞാൻ 88 സിംഗപ്പൂർ പോയി, ഒരു യാത്രയ്ക്ക് പോയി. അന്നേരം എന്നോടൊപ്പം മറ്റൊരു എബ്രഹാം തരകൻ, എയ്പ് തരകൻ എന്നും പറഞ്ഞുകൊണ്ട് അമാൽഗം ഗ്രൂപ്പിൻ്റെ തരകനും ഞാനും കൂടെ സിംഗപ്പൂർ പോയപ്പോൾ അവിടെ ഒരു ഫാം സന്ദർശിക്കാൻ പോയി. അങ്ങനെയാണ് ആ ഫാം സന്ദർശിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഐഡിയ ഉണ്ടാകുന്നത്. അങ്ങനെ തിരിച്ചു വന്നിട്ട് അവിടെ നിന്നുള്ള ടെക്നീഷ്യനെ നാട്ടിൽ വരുത്തി. അങ്ങനെയാണ് ഒരു ഹാച്ചറിയും തുടങ്ങാം, ഒരു ഫാമും തുടങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങുന്നത്. തൂത്തുക്കുടി സ്ഥലം കണ്ടെത്തി. പിന്നെ എൻ്റെ ബ്രദറാണ്, അതുവരെ ഞാൻ പോയി കണ്ടെങ്കിലും പിന്നെ ബ്രദറാണ് ബാക്കി കാര്യങ്ങൾ അക്വകൾച്ചറിൻ്റെ എല്ലാം നോക്കിയത്. എന്തായാലും ചുരുങ്ങി വന്ന് ഞങ്ങൾ അവസാനം ആദ്യം ഒരു 126 ഏക്കറിൻ്റെ ഒരു ഫാം തുടങ്ങി. അന്നാണ് ഈ 3 വർഷം തുടർച്ചയായിട്ട് അവാർഡ് കിട്ടിയത്. ഇതാ തമിഴ്നാട്, തമിഴ്നാട് എല്ലാം തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടി അന്നേ ഞങ്ങൾക്ക് ഫാക്ടറി ഉണ്ടായിരുന്നു, അതിൻ്റെ 70കളിൽ മുതലേ ഫാക്ടറി ഉണ്ടായിരുന്നു. അതുപോലെ തൂത്തുക്കുടിയിൽ രണ്ടാമത്തേതെന്നൊരു 500 ഏക്കർ എടുത്ത് പിൽക്കാലത്ത് ഞങ്ങൾ കാണിച്ച മണ്ടത്തരങ്ങൾ ഇത് വലിയൊരു ഭൂമായി വരികയാണ്. ഇതിപ്പോൾ ഒരു 100 രൂപയ്ക്ക് സാധനം അങ്ങോട്ട് ഇട്ടാൽ 4 മാസം കഴിയുമ്പോൾ 200 രൂപയായിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു വലിയ വരുമാനമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 500 ഏക്കർ ഫാം തുടങ്ങി. മൊത്തം തമിഴ്നാട് തീരപ്രദേശത്തെല്ലാം കൂടെ ഏകദേശം 2000 ഏക്കർ സ്ഥലം ഞങ്ങൾ വാങ്ങി. എന്നിട്ട് പബ്ലിക് ഇഷ്യൂ പോയി. പബ്ലിക് ഇഷ്യൂ ഭയങ്കരമായിട്ട് ഓവർ സബ്സ്ക്രൈബ്ഡായി 93. അങ്ങനെ ഞങ്ങളുടെ 10 രൂപയുടെ ഷെയർ അന്ന് 60 രൂപ വരെ നിൽക്കുകയാണ്. എന്നിട്ട് വേറെ ഒരു ലെവലിലേക്ക് പോയി. പക്ഷേ ആദ്യത്തെ ഫാമിലെ ആദ്യത്തെ ക്രോപ്പ് എടുക്കാൻ നേരം ഒരു ഡിസീസ് അടിക്കുക. ഈ ഡിസീസ് വന്നുള്ള ഒരു കുഴപ്പം, അന്ന് 5 കോടി രൂപയാണ് മൊത്തം ഫാം സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ. അന്ന് പബ്ലിക്കിൻ്റെ ഷെയർ ഉണ്ട്. അതുകൂടാതെ ബാങ്കുകളൊക്കെ ലോൺ തരാൻ നിൽക്കുകയാണ്. പക്ഷെ അന്നത്തെ ഇന്ത്യ രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 22%. അങ്ങനെ 5 കോടി രൂപ വേണം സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ. 4 മാസം കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന 10 കോടി രൂപയാണ് ആ നിലയിൽ. പക്ഷേ ഞാൻ കേൾവിയില്ലാത്തതാണ്. ബാക്കി തായ്ലൻഡിലും ഇതൊക്കെ ഉള്ള സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം മണ്ണ് മോശമായതിന് ശേഷം ഡിസീസ് വരുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ട്രയൽ പ്രൊഡക്ഷൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്ത് ഫസ്റ്റ് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് സ്റ്റോക്ക് ചെയ്ത സമയത്താണ് ഡിസീസ് അടിക്കുന്നത്. അട്ടിമറിയിലായിരുന്നോ? അല്ല, ആ ഈസ്റ്റ് കോസ്റ്റ് മൊത്തം അടിച്ചതാണ്. അതിൻ്റെ ടെക്നിക്കൽ ഒത്തിരി വശങ്ങളുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ഇപ്പോഴും അറിയുമേ. കാരണം ഉപ്പുവെള്ളത്തിൽ മാത്രമാണ്, അങ്ങനെ ഇത് വരേണ്ട കാര്യമില്ല. ബ്രാക്കിഷ് വാട്ടർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെയും അത് സംഭവിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ ഇത് അടിച്ചു. പിന്നെ അന്നേരം അടുത്ത ക്രോപ്പിന് ശ്രമിക്കും, വീണ്ടും പോകുന്നു. അന്നേരം 20 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുക. പിന്നെ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തേക്കുക 28 കോടിയുടെ പ്രോജക്റ്റ്. അതിൽ 20 കോടി കൂടുതൽ 20 കോടി കൂടുതൽ ലോണാണ്. എന്നാൽ ലോൺ സർവീസ് ചെയ്യാൻ തന്നെ 4,80,00,000 രൂപ ഒരു വർഷം. ഇത് 94-95 മനസ്സിലായി. ഇത് വേണം. പിന്നെ ഓരോ തവണയും വീണ്ടും സ്റ്റോക്ക് ചെയ്യാൻ. അന്നേരത്തേക്കിന് നമ്മൾ ബാക്കിയുള്ളിടത്തു നിന്ന് കാശ് എടുക്കാൻ തുടങ്ങി. കാരണം ഒരു ക്രോപ്പ് കിട്ടിയാൽ ഈ പ്രശ്നം തീരും. അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഒരു 1.5 വർഷം അങ്ങനെ പോയി. പലതവണ പോണ്ട് ക്ലീൻ ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, ഒരു രക്ഷയില്ല. ആ ഘട്ടത്തിലാണ് ഡിസീസിൻ്റെ തോത് പല ഭാഗത്തും കുറഞ്ഞു വന്നത്. അന്നേരമാണ് സുപ്രീം കോടതി തീരദേശത്ത് അക്വകൾച്ചർ നിരോധിച്ചുകൊണ്ടൊരു ഉത്തരവ് വന്നു. സുപ്രീം കോടതി പിന്നെ അത് കറക്റ്റ് ചെയ്തു. എന്ത് നമ്മുടെ കോടതികളൊക്കെ കാണിക്കുന്ന അബദ്ധസഞ്ചാരമേ. തീരദേശത്തല്ലാതെ അക്വകൾച്ചർ പറ്റത്തില്ല. CRZൻ്റെ പേര് പറഞ്ഞ് അക്വകൾച്ചർ നിരോധിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതോടെ തീർന്നു. കൺമുമ്പിൽ നിന്നെല്ലാം അപ്രത്യക്ഷമാകുക. ഈ ഭൂമിയോ ഈ 2,000 ഏക്കറോളം അല്ല, അന്നേരത്തേക്കിന് ഡിസീസ് വന്നപ്പോൾ ഭൂമിയുടെ വിലയും പോയല്ലോ. അയ്യോ, ഭൂമി പിന്നെ കൊള്ളാതായല്ലോ. അത് പിന്നെ എങ്ങനെ അത് പോയോ? ജപ്തിയായി പോയോ? അതോ? അല്ലല്ല, അതെല്ലാം ഞങ്ങൾ റിക്കവർ ചെയ്തു. ഓവർ ദ പീരീഡ് ഓഫ് ടൈം ചെയ്തു. പക്ഷെ കുറേ അധികം വിറ്റു. ഞങ്ങൾ മയിലാടുതുറൈ, തഞ്ചാവൂരായിരുന്നു ഏറ്റവും ഫെർട്ടൈൽ അക്വകൾച്ചറിന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ. അവിടെ 400-500 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നെ കിട്ടിയ വിലയ്ക്ക് കൊടുത്തേ പറ്റൂ. ബാങ്കിൽ നിന്ന് കടം ഇങ്ങനെ കയറുകയല്ലേ. ഒരു വർഷം 5 കോടി രൂപ, ഒരു വരുമാനമില്ലാതെ 5 കോടി രൂപ. ഞങ്ങൾ ട്രഡീഷണൽ സീ ഫുഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 ലക്ഷം 60 ലക്ഷം കിട്ടുന്ന കാലഘട്ടത്തിലാണ്. അത് വലിയ തുകയാണ്, 50 ലക്ഷം 60 ലക്ഷം. ആ ബിസിനസ് തുടരുന്നുണ്ട് കുഴപ്പമില്ലാതെ. ആ ബിസിനസ്സിൽ നിന്നൊക്കെ ഇങ്ങോട്ട് നമ്മുടെ ശ്രദ്ധയല്ല പണവും ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് തന്നെ ഞാനന്ന് യൂറോപ്പിൽ സഞ്ചരിച്ചു. ഞാനാണ് ആദ്യം 86-ൽ സ്പെയിനിൽ ചെല്ലുന്നത്. അന്ന് ഇന്ത്യ രാജ്യത്ത് നിന്ന് വളരെ കുറച്ച് വരെ സ്പെയിനിൽ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഞാൻ സ്പെയിനിൽ ചെന്ന്, ഞാൻ ഇറ്റലിയിൽ ചെന്ന് അവിടെ ഒരു വലിയ മാർക്കറ്റ് അവിടെ നിന്ന് കണ്ടെത്തുകയാണ്. പിന്നെ ഇപ്പോൾ അത് 1 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്തി. പക്ഷേ ആദ്യം തുടങ്ങുന്ന കൂട്ടത്തിൽ ഞാനാണ് സ്പെയിനിൽ ചെന്ന് മാർക്കറ്റിംഗ്. അന്നേരം അവിടെ വന്ന് വളരെ രസകരമാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമല്ലോ, കുഴപ്പമില്ല. കാരണം ഇറ്റലിയിൽ അന്നേരം ഞങ്ങളുടെ ഇതിൻ്റെ മാർക്കറ്റ് സ്പെയിനിൽ മാർക്കറ്റിലെത്തി കണ്ടുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് സ്വന്തം ഫ്ലൈറ്റ്, വലിയ ജൈജാൻറ്റിക് കമ്പനികളാണ്,
സ്വന്തം ഫ്ലൈറ്റിൽ അന്ന് ട്രിവാൻഡ്രത്ത് വന്നു. ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്ത് പാർക്ക് ചെയ്യാൻ അന്ന് സൗകര്യമില്ല. പിന്നെ അവർ കൊച്ചി പോയി കൊണ്ട് മദ്രാസിൽ പാർക്ക് ചെയ്തിട്ട് പിറ്റേന്ന് തിരിച്ച് വരേണ്ടി വന്നു. അവരിവിടെ ഇറങ്ങി പോയി. അവരൊരു കമ്പനി വന്ന് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് പിന്നെ ക്വാണ്ടിറ്റീസ് അങ്ങ് മൂവ് ചെയ്യുവാണ് എക്സ്പോർട്ടിൽ. അങ്ങനെ 95 ഈ ക്രൈസിസ് ഇവിടെ നടക്കുമ്പോൾ 95-96 ഞങ്ങളൊരു കാര്യം ചെയ്തു. അവരുടെ ഇറ്റാലിയൻ മാർക്കറ്റിൽ മൊത്തം ഈ പ്രോഡക്റ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ 1-2 ഏജൻസി ഞങ്ങളെ സമീപിച്ചു. അവർ ഓർഡർ എടുത്തു തരാം, വിറ്റോളാൻ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവർ തരുന്നതിനേക്കാൾ 40-50 സെൻറ്റ് കൂടുതൽ കിട്ടുന്നു. അന്ന് 50 സെൻറ്റ് കൂടുതൽ ചിന്തിക്കാനൊക്കാത്ത മാർജിനാണ്. $1 വരെ കൂടുതൽ കിട്ടും. എന്നാൽ ഞങ്ങൾ ആസ് യൂഷ്വൽ ഇത് ചെയ്തു. കണ്ടിന്യൂസ് ഓർഡേഴ്സും ഉണ്ട്. ഒരിക്കലും ഇല്ലാത്ത പോലെ ആ വർഷം കടലിൽ നിന്ന് ഈ സ്കുഡും കട്ടിൽ ഫിഷും കിട്ടി. ഞങ്ങൾ കേരളത്തിൽ മൊത്തം അല്ല കോൾഡ് സ്റ്റോറേജ് എടുത്ത്, അന്ന് ഞങ്ങൾക്ക് 5 ഫാക്ടറി ഉണ്ട്. മംഗലാപുരം, കൊല്ലം, കന്യാകുമാരി, തൂത്തുക്കുടി, ചെന്നൈ, മദ്രാസ്. 5 ഫാക്ടറിയിലും ഇതിൻ്റെ പ്രൊഡക്ഷനാണ് ആഴ്ച കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ യൂറോപ്യൻ യൂണിയനിലൊരിതുണ്ട്, കാഡ്മിയമോ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും. കൃത്യമായി ഞങ്ങൾ 22 കണ്ടെയ്നർ കയറ്റി ഒരു 50 കണ്ടെയ്നർ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടെയ്നർ കാഡ്മിയം പിടിച്ച് റിജക്റ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് കയറ്റാനും ഒക്കത്തില്ല. 2 കണ്ടെയ്നറായി. ഈ 50 കണ്ടെയ്നർ സ്റ്റോക്ക് ചെയ്തിരിക്കുക. കടപ്പുറത്ത് മൊത്തം കാശ് കൊടുക്കാനുണ്ട്, കോൾഡ് സ്റ്റോറേജുകൾ മൊത്തം ഇതുണ്ട്. ഇതിനു മുമ്പാണോ മറ്റേ സംഭവം? രണ്ടും ഒരുമിച്ച് ഒരേ സമയം. മറ്റേത് അവിടെ നടക്കുമ്പോൾ തന്നെ ഇതിവിടെ നടക്കുകയാണ്. ഇതാണ് സമയദോഷം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് എന്ത് പറ്റി? അവസാനം ഇത് വിൽക്കണ്ടായോ? ബാങ്കിലെ ലോൺ മാക്സിമം തയ്ക്കുന്നു, കടപ്പുറത്ത് കാശ് കൊടുക്കാനുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് 95 അവസാനം 95 ഒക്ടോബറിലാണ് ഈ ക്രൈസിസ്. ഞാൻ നോക്കിയ മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ബ്രദറായിരുന്നു അക്വാകൾച്ചർ നോക്കിക്കൊണ്ടത്. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ട്രഡീഷണൽ അത് രണ്ടും ഒരേപോലെ ആവും. ഈ സമയത്ത് അച്ഛനെ നിലപ്പ എന്താ പറയുന്നത്, പുള്ളി ഉണ്ടായിരുന്നൊരു ബലമുണ്ടായിരുന്നു. പക്ഷെ പുള്ളിയെ നമ്മളിത് അത്ര കുറച്ച് ഏജ്ഡ് ആയതുകൊണ്ട് ഇതെല്ലാം അറിയിക്കത്തില്ലായിരുന്നു, പൂർണ്ണ തോതിൽ അറിയിക്കത്തില്ല. പ്രതിസന്ധി എത്രയാണെന്ന് അറിയത്തില്ല, അത്രയും അറിയിക്കത്തില്ലായിരുന്നു. എന്നാലും പുള്ളി കുറേ കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഒത്തിരി പ്രോപ്പർട്ടി അന്ന് ബാങ്കിൽ പ്ലഡ്ജ് ചെയ്തേക്കുവാണ്, എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്നേരം പുള്ളിക്ക് ഒരു പ്രോപ്പർട്ടി, പുള്ളിയുടെ പേരിലുള്ള പ്രോപ്പർട്ടിക്ക് ജപ്തി നോട്ടീസ് വന്ന് അപ്പോഴാണ് KFC പുള്ളി മന്ത്രിയായിരിക്കെ KFC ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്. എന്താണെങ്കിലും ഇതിൻ്റെ രസം ഷാജ, അവസാനം ഇതെല്ലാം കൂടെ ഇറ്റലിക്കാരന് തന്നെ ഞങ്ങളുടെ ആ പഴയ പ്ലെയിനിൽ വന്ന മേജർ ബയർ ഉണ്ടല്ലോ, പുള്ളിക്ക് കൊടുത്തു. അയാൾക്ക് പകുതി വിലയ്ക്ക് കൊടുക്കേണ്ടി വന്നു. സ്ഥാപനം അല്ല, ഈ പ്രോഡക്റ്റ് സ്റ്റോക്ക്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ അന്നൊരു കാര്യം ചോദിച്ചു, വൈ ഡിഡ് യു സെൽ ടു ദ അതേഴ്സ് ടു മൈ കസ്റ്റമേഴ്സ്? ഓക്കെ, അവിടുത്തെ മാഫിയ കൺട്രോൾ അയാൾ പറഞ്ഞ് അയാളാണ് പിടിപ്പിച്ചത്. ആണോ? ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്. വളരെ ക്ലിയറായിട്ട് ഈ നമ്മുടെ അടുത്ത് വന്ന ഏജൻസ് ഞങ്ങൾ ഓർഡർ എടുത്ത് തരാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഇയാളുടെ കസ്റ്റമേഴ്സായിരുന്നു എൻ കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ചെല്ലുകയാണ്. അവർ വളരെ ഹാപ്പി. അവിടെ അവർ നേരെ കസ്റ്റംസിൽ പറഞ്ഞ് പിടിച്ച് ബാൻ ചെയ്യിച്ചു. എന്നിട്ട് അവർ പകുതി വിലയ്ക്ക് അത് എടുത്തു. അതോടെ അതും ഈ പകുതി വിലയ്ക്ക് എടുത്താൽ നമുക്ക് നഷ്ടമായിരുന്നു. ഭയങ്കര നഷ്ടം. ക്യാപിറ്റലും കിട്ടിയില്ല, നമ്മുടെ മുടക്കുമുതലും കിട്ടിയില്ല, ഒന്നും കിട്ടത്തില്ല. കടപ്പുറത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് സീ ഫുഡ് ചെയ്താൽ ഒരു മാർജിൻ 10 സെൻറ്റാണ്, അല്ലെങ്കിൽ 20 സെൻറ്റ്. സീസൺ സമയത്താണെങ്കിൽ 20-30 സെൻറ്റ് കിട്ടും. ഇത് 50 സെൻറ്റ് വരെ അഡീഷണൽ കിട്ടിയതാണ്. പക്ഷേ ഇത് പോകുമ്പോഴത്തേക്കിന് 6 മാസത്തെ കോൾഡ് സ്റ്റോറേജിൻ്റെ റെൻറ്റ് പോയി കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പകുതി കാശ് അതിപ്പോയി. പിന്നെ ബാങ്ക് ഇൻട്രസ്റ്റ്. പിന്നെ അന്ന് എടുത്തതിൽ നിന്ന് $6 സാധനം $3 വിറ്റാലോ? പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും ഇല്ല, അതിൻ്റെ പകുതി പ്രൊഡക്ഷൻ അല്ല, വൈപ്ഡ് ഔട്ടായി. പിന്നെ എങ്ങനെ ബാങ്കിലെ ബാധ്യതകളെല്ലാം തീർത്തു? വലിയ ബാധ്യതയായില്ലേ? അല്ല, അങ്ങനെയാണ് 96-97 ആയപ്പോൾ എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലായി. ആ ഒരു പശ്ചാത്തലവും കൂടിയാണ് രാഷ്ട്രീയം വന്നപ്പോൾ എന്നെ ഇതിന് പ്രേരിപ്പിച്ച ഒരു ഘടകം അതാണ്. അല്ല, ബാധ്യതകൾ എങ്ങനെ തീർത്തു? ബാധ്യതകൾ ഞങ്ങളുടെ ഏകദേശം എത്ര രൂപയുടെ ബാധ്യത അന്ന് ഉണ്ടായിട്ടുണ്ട് മൊത്തം? എല്ലാം അന്ന് പറഞ്ഞില്ലേ, അന്ന് ഇതിൻ്റെ മാത്രം 20 കോടി ഉണ്ടായിരുന്നു അക്വാകൾച്ചർ. കൂടാതെ ഇവിടുത്തെ എല്ലാം കൂടെ 5-6 കോടി രൂപ ഉണ്ട്. കുറെ സ്ഥലം വിറ്റിട്ട് തീർക്കാൻ പറ്റിയോ? എല്ലാം 2010 ആയി കഴിഞ്ഞപ്പോഴാണ് കംപ്ലീറ്റ്. എന്നാലും ഞങ്ങളുടെ കണ്ടമാനം പ്രോപ്പർട്ടി ഇതുണ്ടല്ലോ, കമ്പനിയുടെ പേരിൽ തന്നെ മിക്കതും. അതെല്ലാം കമ്പനിയല്ല, പേഴ്സണൽ പ്രോപ്പർട്ടി എല്ലാം അവിടെ വെച്ചേക്കുമല്ലേ. അപ്പോൾ അതെല്ലാം തന്നെ കൊടുത്തു, ഓൾമോസ്റ്റ് എല്ലാം തന്നെ കൊടുത്തു. 2010 കടം തീർന്നു. അവസാനത്തെ ഇത് കടന്നത് പത്തനംതിട്ട ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, അതാണ് അവസാനം കൊടുക്കേണ്ടി വന്നത്. പിന്നെ ബിസിനസ്സിൽ റിക്കവർ ചെയ്തുണ്ടായത് അവിടെ. പിന്നെ എനിക്ക് ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ്. അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്ത് നമുക്കറിയാവുന്ന ഒരു ഫീൽഡാണ്. 2011 ഞാൻ മന്ത്രിയായി.
അന്നേരം സീസൺ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ അതായത് ബാധ്യതകളെല്ലാം തീർത്ത് മന്ത്രിയായി. ബിസിനസ് ചേട്ടൻ 2010 ബാധ്യത തീർന്നു, 2011 മന്ത്രി. ചേട്ടൻ ബിസിനസ്സിൽ ബാക്കി കാര്യങ്ങൾ അന്നത്തേക്കിന് ചേട്ടൻ്റെ ആയിട്ടുള്ള ബിസിനസ്, ഞാൻ എൻ്റെ ആയിട്ടുള്ള ബിസിനസ്. പുള്ളിയുടെ വേറെ സിനിമ എടുക്കേണ്ട കഥയാണ്. പുള്ളി ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി, അന്ന് ഇതിൽ നിന്ന് അക്വാകൾച്ചറിൽ നിന്നും കാശ് കിട്ടുന്നു, ബാക്കിയുള്ളത് നിൽക്കുന്നു. ബാംഗ്ലൂരിൽ പോയി ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് ദേവനഹള്ളിയിൽ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററും ഇതെല്ലാം കൂടെ തുടങ്ങാൻ വേണ്ടി പുള്ളി 30 ഏക്കർ സ്ഥലം വാങ്ങിക്കുക. അന്ന് ഞങ്ങൾ ഒരുമിച്ചാണ്. അതിൽ 18 ഏക്കർ വാങ്ങിച്ചു, 12 ഏക്കർ അഡ്വാൻസ് കൊടുത്ത് നിന്നപ്പോഴായി ക്രൈസിസ് വരുന്നു. അവസാനം 12 ഏക്കർ പോയി. ഈ 18 ഏക്കർ സ്ഥലം ഞങ്ങളുടെ പേർക്ക് എയർപോർട്ട് വന്നിട്ടില്ല. എയർപോർട്ട് വരുമെന്ന സ്ഥലത്ത് അന്ന് ഇതായിട്ട് കിട്ടും, നമുക്ക് സൂചനയുണ്ട്. അന്ന് എയർപോർട്ട് വരുമെന്ന് ഇൻഡിക്കേഷൻ കിട്ടി. അങ്ങനെ അവിടെ തുടങ്ങിയത്, വാങ്ങിച്ചതോ ചെറിയ വിലയ്ക്കാണ്. പക്ഷേ 18 ഏക്കർ സ്ഥലം ഞങ്ങളുടെ പേരിലുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ അവിടെ ചെന്നിട്ട് കാല് കുത്താൻ പറ്റുന്നില്ല. ആളുകളാ കയ്യേറ്റക്കാരാ, കയ്യേറ്റം. അന്ന് എ കെ ആന്റണി ആർക്കും വേണ്ടി ശുപാർശ ചെയ്യാത്ത എ കെ ആന്റണി അന്ന് വീരപ്പ മൊയ്ലിയെ വിളിച്ച് പറഞ്ഞു. അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ജ്യേഷ്ഠൻ പോയി വീരപ്പ മൊയ്ലിയെ കണ്ടു. വീരപ്പ മൊയ്ലിയെ കണ്ടിട്ട് പോലും അവിടെ ഒരു കാര്യവും നടന്നില്ല. അങ്ങനെ അന്നേരം ഇതിൽ പറ്റിയെന്താ, ഇതിൽ 4.5 ഏക്കർ ഡബിൾ രജിസ്ട്രേഷനായിരുന്നു. ഇതിൻ്റെ പേരിൽ ഇത് തട്ടിയെടുത്ത് അതിൻ്റെ പേരിൽ അവിടെ ഒരു കൊലപാതകം പോലും നടന്നു. ഇത് വാങ്ങിച്ചവരും അവർ തമ്മിലുണ്ട്. അതെ, പിന്നെ അത് നമുക്ക് തന്നതിന് ശേഷമാണോ വേറെ ആർക്കെങ്കിലും കൊടുത്തത്? നമുക്ക് തന്ന് വേറെ 4.5 ഏക്കർ അങ്ങനെ പോയി. നമുക്ക് തന്നതിന് ശേഷമാണ് മറ്റവർക്ക് കൊടുത്തത്, അത് അവർക്ക് വന്നതിന് ശേഷം നമുക്ക് തന്നാണോ? നമ്മുടെ പേര് 18 ഉണ്ട്, പക്ഷെ അവിടെ ചെന്നപ്പോൾ 13 ഉള്ളൂ. ഇങ്ങനൊരു തർക്കമായ വിഷയമായി ഗവൺമെൻറ് അതങ്ങ് റിക്കവർ ചെയ്തു. എന്നാലും 13 ഏക്കർ അന്നേരത്തേക്കിന് എയർപോർട്ട് വരുന്നു. 13 ഏക്കർ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. പക്ഷേ കാലുകുത്താൻ പറ്റണ്ടേ? കോടതിയെ സമീപിച്ചു, നടന്നില്ല. പിന്നെ എനിക്ക് അദ്ദേഹം മരിച്ചു വേണ്ട, എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല. അദ്ദേഹം പിന്നെ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അധോലോകമെന്ന് വിശേഷിപ്പിക്കാവുന്നവരെ കണ്ട്, ചേട്ടൻ ജ്യേഷ്ഠൻ കണ്ട് സാഹസികമായി ആ 13.5 ഏക്കർ വീണ്ടെടുത്ത് റിക്കവർ ചെയ്തു. പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പോൾ എങ്ങനെയാണോ അങ്ങനെ നേടിയെടുത്തു. അദ്ദേഹം അത് നേടിയെടുത്തു. അതിൽ നിന്നാണ് കുറേ ബാധ്യതകൾ, നല്ല വിലയായി അപ്പോഴത്തേക്കും. അന്നത്തേക്കിന് അത് വന്നു. കുറേ ബാധ്യതകൾ തീർന്നു, മൊത്തം വിറ്റു. എന്നിട്ട് ബാധ്യതകൾ കൂടുതൽ തീർത്തു. അതും ബാക്കി ഞങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയും എല്ലാം കഴിഞ്ഞ് വിറ്റാണ്. പിന്നെ 2011 മുതൽ അപ്പം ബാധ്യതകൾ ഇല്ലാന്ന് തന്നെ. അപ്പം ചേട്ടൻ 2011 ഈ സീസൺ സമയത്ത് ഒരു ഗുണമുണ്ട്. കടപ്പുറത്ത് പോയി കുറച്ച് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാം. ഞാൻ തന്നെ വലിയൊരു ഗ്യാപ്പ്, 97 ശേഷം 14 വർഷം ഇതൊന്നും ഇല്ലായിരുന്നല്ലോ, എക്സ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അന്നേരം ഞാൻ മന്ത്രിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ മാനേജറായിട്ടുള്ള നേരത്തെ മുതലേ നോക്കിക്കൊണ്ടിരുന്ന ആൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ചെറുതായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞു, ചെയ്തു. ആ വർഷം നല്ലപോലെ കാശ് കിട്ടി. അന്നേരത്തേക്കിന് മെഷീനറി എല്ലാം ഔട്ട്ഡേറ്റഡായി. കാശ് കിട്ടിയപ്പം പുള്ളി പറഞ്ഞ് നമുക്ക് പുതിയ ടണൽ ഫ്രീസിങ്ങിനുള്ള ഇതൊക്കെ എല്ലാം കൂടെ ചെയ്താൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയാണ് 2ാമത് ഇതിലേക്ക് പോയി. അതിനകത്തുള്ള കിട്ടിയ കാശ് മുടക്കി ഒരു ലോണും എടുത്ത് 2ാമത് തുടങ്ങി. അന്നത്തേക്കിന് പക്ഷേ അത് ടൈംലി കംപ്ലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് 2ാമത്തെ വർഷം നടക്കാൻ പറ്റിയില്ല. അന്നേരത്തേക്കിന് വീണ്ടും അടി പറ്റി. 3ാമത്തെ വർഷമായപ്പോൾ പുതിയ മെഷീനറിയൊക്കെ വെച്ച്. അന്നേരം എൻ്റെ മോൻ അന്ന് LLB പൂനായിൽ നിന്ന് പഠിച്ചു വരികയാണ്, സിംബയോസിസ് പഠിച്ചു വരികയാണ്. ഞാൻ അവനെ ദുബായി പോയി 2 വർഷം ജോലി ചെയ്യാൻ വേണ്ടി ഒരു വിസായും, എൻ്റെ ഒരു സുഹൃത്തൊരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനിയുടെ അവിടുത്തെ വിസായും എടുത്ത് ഇത് കഴിഞ്ഞ് പോകുന്നതിൻ്റെ തലേന്ന് അവൻ എന്നെ വിളിച്ച് ചോദിക്കുക, അപ്പം ഞാനിവിടെ ഈ കമ്പനിയിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ട് പഠിച്ച് ഞാനിവിടെ നിന്നോട്ടെ, ഞാനങ്ങ് പോകണമെന്ന് ചോദിച്ചു. എൻ്റെ ദൗർബല്യത്തിൽ ഞാൻ പറഞ്ഞ് എന്നാൽ ശരി, വേണ്ട, അത് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവനും ആ ബിസിനസ്സിലേക്ക് തിരിച്ചു വന്നു. സീ ഫുഡ് ഇവിടെ ഡൈയിങ് ബിസിനസ്സാണ്. അതുകൊണ്ട് അന്ന് മുതൽ ആ ബിസിനസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ അത് വളരെ പഴയതുപോലെ പിന്നെ വലിയ ബിസിനസ്സിലേക്ക് വന്നില്ല. പിന്നെ ഒരിക്കലും പഴയതുപോലെ വന്നില്ല. ചേട്ടൻ പക്ഷേ ഭയങ്കര സക്സസ് ആയിട്ടായിരുന്നു പിന്നീട് ആ പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞ്. അദ്ദേഹം സക്സസ്ഫുള്ളായി. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, വളരെ സക്സസ്ഫുള്ളായിട്ട്. അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ സംഭവിച്ച? അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു? 65 കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞ വർഷം അല്ലേ? ആ 4 മാസം. എന്താ റയർ ആൻഡ് ഡിഫിക്കൽട്ട് ക്യാൻസർ ആയിരുന്നു. നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു? ഇല്ല, പെട്ടെന്നായിരുന്നു. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർജറി ചെയ്ത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് കുറേ വർഷം കിട്ടും എൻ്റെ അടുത്ത്, അപ് ടു 5 years കിട്ടിയേക്കാവുന്ന ചിലർ പറഞ്ഞു. 2-3 years എന്താണെങ്കിലും. എന്നാൽ പുള്ളി ആദ്യം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ക്വാളിറ്റി ലൈഫ് വേണം, ബാക്കി എങ്ങനെയാലും ജീവിതം നീട്ടിക്കൊണ്ടുപോകല്ല, ഉള്ള കാലത്ത് നല്ല ക്വാളിറ്റി ജീവിക്കണമെന്നുള്ള ഒരു നിലപാട് വെച്ച് അത് വെച്ച് നല്ലൊരു പ്രോഗ്രസ് ആയിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയെന്നില്ല, ഈ അസുഖത്തിൻ്റെ പ്രശ്നമാണ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഫ്ലെയറപ്പ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത
പുള്ളിയുടെ ബിസിനസ് പുള്ളിയുടെ മക്കളാണ് നോക്കുന്നു. സ്വാഭാവികമായിട്ട് പുള്ളിയുടെ രണ്ട് മക്കളാണ്. അതിൽ മൂത്തവനാണ്, ഇളയവൻ കാനഡയിലാണ്. അവൻ ഇവിടുത്തെ ബിസിനസ്സുമായിട്ടൊന്നും ബന്ധമില്ലാതെ അവനങ്ങ് കാനഡയിൽ പോയി. മൂത്തവനാണ് ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടർ. നമ്മുടെ ബിസിനസ് കുഴപ്പമില്ലാതെ ഞങ്ങളുടെ പഴയ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. എനിക്കൊക്കെ ഷെയർ ഹോൾഡിംഗ് ഉണ്ട് അതിനകത്ത്. ചേട്ടൻ നടത്തുന്നത്. അല്ല, ഇപ്പം ഷിബു സാറിൻ്റെ ബിസിനസ്, മകൻ നടത്തുന്ന ബിസിനസ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ? അതോ ആ ബിസിനസ്സിൽ വലിയ ഫ്യൂച്ചർ ഇല്ല. ഇല്ല. അങ്ങനെയാണ് വീണ്ടും ഒരു അബദ്ധത്തിൽ ചെന്നത്. ഇതിന് വലിയ ഫ്യൂച്ചർ ഇല്ല, രണ്ടാമത്തെ തോൽവിയും കഴിഞ്ഞ് വെറുതെ എന്നപ്പോൾ എന്നാൽ പിന്നെ ലാലുവായിട്ട് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ടല്ലോ, ഒരു സിനിമ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് പോയി എടുത്തത്. പക്ഷേ പുറത്ത് പ്രചരിപ്പിക്കുന്ന പോലെ ഒന്നും സാമ്പത്തികമായി പോയില്ല. അത് കാരണം കുറേ അധികം ബിസിനസ് നടന്നതുകൊണ്ട്. ഏറ്റവും ഹയസ്റ്റ് മലയാള ചരിത്രത്തിലെ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് റേറ്റിൻ്റെ എന്തോ ആയിരുന്നു OTT സാറ്റലൈറ്റൊക്കെ പോയത്. അതുകൊണ്ട് കുറേ വലിയ ലോസ് വന്നില്ല. പക്ഷേ നമ്മുടെ ഒന്നാമത് ബുദ്ധിമുട്ടി കൂടെ പോകുമ്പോഴാണ് അതിൻ്റെ കുരു പോലെ അങ്ങനെ ഇതും സംഭവിച്ചു. അതിന് മുമ്പ് സിനിമ നിർമ്മിച്ചിട്ടില്ല. പിന്നെ വേറൊരു സിനിമയിലും മുടക്കില്ലേ? അതിനുശേഷം നമ്മുടെ ദാവീദ്. അതെ, ദാവീദ്. അത് ഇതിനൊന്നും ഞാൻ പോയില്ല. ഞാൻ മോഹൻലാലിൻ്റെ ആയിട്ട് സംസാരിച്ച് ആദ്യത്തെ ഡേറ്റ് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ രാജസ്ഥാനി ഷൂട്ടിങ്ങിൽ ലാലിങ്ങനെ ബോറടിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നെന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം പോകും, തിരിച്ചു വരുമല്ല. ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലുണ്ടായിട്ടില്ല. രണ്ടാമത്തെ സിനിമ വലിയ കുഴപ്പമില്ല. അന്നത്തേക്കിന് മോനാ കൂടുതൽ കാര്യം നോക്കുന്നത്. ആദ്യം മോഹൻലാലിൻ്റെ അദ്ദേഹം തന്നെയായിരുന്നു സംവിധാനം, അതായിരുന്നു അല്ലേ? അല്ല, ലിജോ ജോസ്. ലിജോയുടെ അന്നാ വലിയ ആളമുണ്ടാക്കി. അത് കഴിഞ്ഞ് ലിജോ കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അതെന്നെ അത്ര നല്ല പ്രതീക്ഷയില്ലായിരുന്നു ആ സിനിമയെക്കുറിച്ച്. ഇതെല്ലാം നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കും, നമ്മളൊരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. അവസാനം അവിടെ ചെന്നിറങ്ങുമ്പോൾ ഈ ബഡ്ജറ്റ് ഇതൊന്നുമല്ല. സമയത്ത് തീർക്കണം അല്ലേ? അതാണ് സമയത്ത് തീർക്കുന്നത്. അവിടെ എന്ത് പറ്റിയെന്നല്ല, ഒരു ഡയറക്ടർ കൺസീവ് ചെയ്യുന്നത് നമുക്കൊന്നും അറിയാൻ വയ്യല്ലോ. നമുക്ക് ഡയറക്ടർ കൺസീവ് ചെയ്ത് പോകുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ്, വളരെ ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി, ലാലും ഹാപ്പിയായി, അങ്ങനെ ആ സിനിമ തുടങ്ങി. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എവിടെയോ കൈവിട്ട് പോയി. അങ്ങനെ ഒറ്റ സിനിമ ആയിട്ട് ഇറക്കേണ്ടത് 2 സിനിമ ഇറക്കണം, 2 പാർട്ടാക്കണമെന്നുള്ളതിലേക്ക് വന്നു നിർബന്ധിതമായി. അതിൻ്റെ ആയിട്ടുള്ള വീഴ്ച ആ സിനിമയ്ക്കുണ്ടായി. സിനിമ ആർക്കും പിടികിട്ടിയില്ല തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ പിടികിട്ടാതെന്നല്ല ഞാൻ പറഞ്ഞത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ 2 രീതിയിൽ, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ കാണാൻ പോകുമ്പോൾ ആ എക്സ്പെക്റ്റേഷനിലേ പോകാവുള്ളൂ. മനസ്സിലായി. പ്രിയദർശൻ്റെ സിനിമ കാണുന്ന എക്സ്പെക്റ്റേഷനിൽ പോകില്ല. അതുപോലെ തന്നെ ലിജോയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞത്, ലിജോ എടുക്കുമ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് എടുക്കുമ്പോൾ ഇല്ല ആൾക്കാർക്ക് മനസ്സിലാകുന്നൂടെ വേണമല്ലോ. അതെ അതെ അതെ. അന്നേരം പിന്നെ നേരത്തെ എടുത്ത സിനിമ പോലുള്ള സിനിമയും അല്ല പ്രേക്ഷകർ. എന്നാൽ ഈ 2 ഭാഗത്ത് എക്സ്പെക്റ്റേഷനിലെ പോരായ്മയുണ്ട്. അവർക്ക് എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള പ്രോഡക്റ്റ് കൊടുക്കാതെ പോയതിൻ്റെയാണ് സംഭവിച്ചത്. അതിൻ്റെ 2ാം ഭാഗം ഇനി ആലോചനയില്ലായിരിക്കും. ഒന്നാം ഭാഗം അപ്പോൾ അപൂർണമായ സിനിമ തീർന്നു പോയിരിക്കുന്നു. അപ്പോൾ ഈ സിനിമ വിട്ടോ, ഇനി സിനിമയിലേക്കില്ല. ഞാനെന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ ചെയ്യുമായിരിക്കും. അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ല, അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. മോഹൻലാലായിട്ട് നേരത്തെ മുതലേ സുഹൃത്തുക്കളാണോ? എനിക്ക് 10-40 വർഷമായിട്ടുള്ള പരിചയം. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്? രാഷ്ട്രീയത്തിൽ ചെറുപ്പം മുതൽ? അതെങ്ങനെ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാണോ? ഇല്ല, ഞങ്ങൾ ഒരേ സമയത്ത് പഠിച്ചെങ്കിലും അദ്ദേഹം MG കോളേജിൽ, ഞാൻ മാർവനേഴ്സിലുമായിരുന്നു. എന്നെക്കാൾ സീനിയറായിരുന്നു. പക്ഷെ അന്ന് പരിചയമില്ലായിരുന്നു. അല്ല, പല രീതിയിൽ അറിയാമായിരുന്നു. പറഞ്ഞാൽ വിശ്വനാഥ് നായർ സാർ, അദ്ദേഹത്തിൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഒരുമിച്ച് ആറന്മുളയിൽ ഒരേ പ്രായമാണ്. അവിടുത്തെ പഠിച്ചതായിരിക്കും, ഒരുമിച്ച് പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓഫീസറായിരുന്നു വിശ്വനാഥ് നായർ സാർ. ഈ ഒരു ഫാമിലി പശ്ചാത്തലം ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ കണക്ഷനിലായിരുന്നു. ഞങ്ങളെന്നാൽ കാലിക്കറ്റിലുള്ള ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്, കാലിക്കറ്റ് ബേബി മറൈൻ ബാബു എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് 56-57 ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ 40 വർഷമായിട്ടുള്ള സൗഹൃദത്തിലാണ് എല്ലാ കാലത്തും. എല്ലാ കാലത്തും. പക്ഷെ ഗണേശുമായിട്ട് ഇടയ്ക്ക് നിങ്ങൾ സൗഹൃദത്തിലായിരുന്നു, പ്രശ്നം ഉണ്ടാവില്ല. അപ്പം എൻ്റെ അടുത്ത് ഈ ഫ്ലോറിൽ സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു. കുഴപ്പക്കാലത്ത് കണക്ഷൻ കൊടുത്തു, അവസാനം പറ്റിച്ചു, ചതിച്ചു. എൻ്റെ ഷാജാൻ, ഞാനത് കേട്ടു. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. സ്കൂൾ മുതൽ പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾ ഒരാൾ പോലും ഇന്നും ഞാനുമായിട്ട് പിണങ്ങി മാറിയിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലെ എത്രയോ ക്രൈസിസ്, അന്ന് അതിന് ശേഷം 2 പരാജയം. ഈ ക്രൈസിസ് എല്ലാം ഞാൻ അതിജീവിച്ചത്, എനിക്ക് കരുത്ത് നൽകിയത് എൻ്റെ സൗഹൃദങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള എനിക്ക് ഏറ്റവും വലിയ കരുത്ത് ആ സമയത്ത് നൽകിയ ആൾക്കാരിൽ ഒരാൾ മോഹൻലാലാണ്. അന്നേരം മോഹൻലാൽ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എന്നെ അല്ലല്ലോ ആക്ഷേപിക്കുന്നത്. മോഹൻലാൽ ഞാനെല്ലാം പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് മോഹൻലാൽ പിന്നെ എന്നെ വിളിക്കാതായെന്നല്ലേ ഇവിടെ പറഞ്ഞത്. മോഹൻലാലിനെ അറിയാവുന്ന ആരെങ്കിലും പറയൂ അത്?
അതെന്തോ എങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അത് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ സുഹൃത്തുക്കൾ അവർ നൽകിയിട്ടുള്ള, ഞാനതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ഞാൻ സൗഹൃദത്തിൽ ഭയങ്കര ആസ്വദിക്കുന്ന ഒരാളാണ്. അതിലെനിക്ക് സാമ്പത്തികമായി മുന്നിലോ അല്ലെങ്കിൽ അതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല. നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നില്ലേ? അല്ല, ഈ ആൾക്കാർ ധരിക്കുന്നത് പോലൊരു സൗഹൃദം ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇല്ല. ഞാനൊരു കാലഘട്ടത്തിൽ പലരും പറഞ്ഞ സിനിമയിലില്ലാത്ത സിനിമാക്കാരൻ എന്ന് തന്നെ വിശേഷിപ്പിച്ചു. കാരണം ലാലുമായിട്ടുള്ള അടുപ്പം കൊണ്ട് ഞാൻ എല്ലാ ലൊക്കേഷനിലും പോകും, ലാലിൻ്റെ ലൊക്കേഷനിൽ പോകും. അങ്ങനെ അന്ന് വളരെ ഒരു ചെറിയ കുടുംബമാണല്ലോ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ. അങ്ങനെ എല്ലാവരുമായിട്ട് പരിചയമില്ലാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു. പിന്നെ അച്ഛന്മാർ തമ്മിലുള്ള അടുപ്പം. അല്ല, ലാലും ഞാനും വളരെ അടുപ്പമായി. ഞാൻ പറഞ്ഞല്ല, ബാലകൃഷ്ണപിള്ളയും ബേബി ജോൺ സാർ. അവരങ്ങനെ ഒരു പരസ്പര ബഹുമാനമുള്ള സമകാലി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനെ പോയപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ഗണേഷ് കുമാറിനെ പരിചയപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല. 2001 അദ്ദേഹം മന്ത്രിയായതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ ആദ്യമായിട്ട് MLA ആയി, ഞാൻ രാജ്ഭവനിലെ സത്യപ്രതിജ്ഞ കണ്ടിട്ട് നടന്നു പോകുന്നു. അന്നേരം ഗണേഷ് കുമാർ സ്റ്റേറ്റ് കാറിൽ വരുന്നു, എൻ്റെ സൈഡിൽ വന്ന് കാറ് നിർത്തി കയറാൻ പറയുന്നു. ഞാൻ അവിടുന്ന് ഗേറ്റ് വരെ നടക്കുന്ന ഇത് വന്നപ്പോൾ കയറാൻ പറയുന്നു. ഞാൻ ഗണേഷ് കുമാറിൻ്റെ കാറിൽ കയറുന്നത് അന്ന് ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ഗേറ്റിൻ്റെ അവിടെ അദ്ദേഹം വിടുകയും ചെയ്തു, പോവുകയും ചെയ്തു. അങ്ങനെ അന്ന് പിന്നെ ഞാൻ മുനീറും അങ്ങനല്ല. മുനീർ 7 വയസ്സുള്ള മുതൽ ഞങ്ങൾ ഒരുമിച്ചുള്ള സുഹൃത്തുക്കളാണ്. ഞാനും മുനീറും ഗണേശനും അന്ന് വ്യത്യസ്തമായ ചെറുപ്പക്കാരെന്നുള്ളതിൽ കളർ ഷർട്ട് ഇട്ട് വരുന്നത്, ഇത് അങ്ങനെ നിയമസഭയിലേക്ക് വരുന്ന 3 പേരെന്നുള്ള നിലയിലേക്ക് കൂടുതൽ സമയം ഇടപഴകി. അങ്ങനെ അതിന് ശേഷമുള്ള അത്രയും കാലത്തെ ഒരു ഇതേ ഉള്ളൂ. നമ്മളൊരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബന്ധമുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആയിരുന്നു, അതിന് മുമ്പും ആയിരുന്നില്ല, അതിന് ശേഷവും. കാരണം അദ്ദേഹത്തിൻ്റെ രീതികൾ പലപ്പോഴും എൻ്റെ ഒരു സൗഹൃദ കാഴ്ചപ്പാടിനനുസരിച്ചില്ല. ഞങ്ങൾ 2 തവണ ഗൾഫിൽ ഒരുമിച്ച് യാത്ര ചെയ്തു. മന്ത്രിയായി അദ്ദേഹം പോയ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു ഗൾഫിലേക്ക് പോകാൻ ചെയ്തു. അന്നാണ് ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് താമസിച്ചത്. 2ാമത്തെ തവണ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുള്ളിയുടെ രീതി വേറെയാണ്, എൻ്റെ രീതി വേറെയാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ പരസ്പരം അറിയാവുന്ന മോർ ഓഫ് എൻ അക്വൈൻറ്റൻസ്, മനസ്സിലായി, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫ്രണ്ട്ഷിപ്പ്, അതായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. അത് പക്ഷേ മന്ത്രിയായപ്പോൾ ഞങ്ങളൊരു ക്യാബിനറ്റിലുണ്ടായിരുന്നു. ആ ഒരു പരസ്പര ബന്ധം ഒരു ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള സുഹൃത്തല്ല, പക്ഷേ നമ്മൾ പൊളിറ്റിക്സ് കാണുന്ന ഒരു സൗഹൃദം ഉണ്ടല്ലോ, ആ നിലയിലാണ്. ആ സോളാർ വിഷയത്തിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിൻ്റെ എനിക്ക് എൻ്റെ ഓർമ്മ. സോളാർ വിഷയമല്ലല്ലോ, അതിനു മുമ്പ് ഗണേശൻ്റെ വ്യക്തിപരമായി യാമിനി പരാതി കൊടുത്ത വിഷയം. അന്ന് യഥാർത്ഥത്തിൽ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അന്ന് PC ജോർജിൻ്റെ ചീഫ് വിപ്പായി നിൽക്കുന്നെങ്കിലും അസംതൃപ്തനായിട്ട് നിൽക്കുകയാണ്. PC ജോർജിന് അറിയാൻ വയ്യാത്ത മേഖലയിലെല്ലാം കടന്നു വരും. അങ്ങനെ ചവറയിൽ വന്ന് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി. അവിടെ വന്നു. അന്ന് പുള്ളി കരിമണൽ മേഖലയിൽ പുള്ളിക്ക് ചില താല്പര്യങ്ങളുണ്ടായിരുന്നു എന്ന് പരക്കെ കേട്ടിട്ട് എന്താണെന്നില്ല അവിടെ മൈനിങ് മേഖലയിൽ വന്ന് ഒരു യൂണിയൻ ഉണ്ടാക്കി. അത് UDF RSPയും INTUCയും ഒക്കെ ശക്തരായിട്ടുള്ള അവിടെ മേഖലയിലാണ് പുള്ളി വന്ന് ഭയങ്കര വാഗ്ദാനം കൊടുത്തൊരു യൂണിയൻ ഉണ്ടാക്കി. എന്നിട്ട് വലിയ അനാവശ്യമായി എനിക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ ഗണേഷ് കുമാറിനെതിരെ യാമിനി പരാതി പറയുമ്പോൾ അതന്ന് ടേക്കപ്പ് ചെയ്യുന്നത് PC ജോർജ്. ഗണേശൻ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാനൊരു നിലപാടെടുത്തു. ഇങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രിക്ക് നിൽക്കാനൊക്കത്തില്ല. കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെ ഒരു പരാതി അല്ലെങ്കിൽ ഇത് പറയിപ്പിച്ച് പരാതിയുടെ പുറത്ത് ചെയ്യും. അന്നേരം ഞാനത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനൊക്കത്തില്ല നിലപാടെടുത്തു. അന്ന് യഥാർത്ഥത്തിൽ ആദ്യം പുള്ളിയെ രാജിവെപ്പിക്കാൻ തീരുമാനിച്ച അന്ന് ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റാണ്. ആദ്യ സംഭവം അദ്ദേഹം അടക്കം സ്ട്രോങ് ആയിട്ട്, അതോ മന്ത്രിയായോ 2013 മന്ത്രിയായോ ഉടനെയാണ്, എന്താണേലും അദ്ദേഹമൊക്കെ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തു. പക്ഷേ ഞാൻ എല്ലാ നേതാക്കന്മാരെയും പോയി ഞാൻ ഈ പോയിൻ്റാണ് പറഞ്ഞത്. ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. പുള്ളി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിനോട് യോജിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡ് എടുത്താണ് ആദ്യത്തെ ഇത് നീക്കം പോയത്. അങ്ങനെ വീണ്ടും വിഷയം വന്ന് 2ാമത് പരാതി വന്നപ്പോൾ CM അന്നേരം എന്നെ ചുമതലപ്പെടുത്തി സോർട്ട് ചെയ്യാൻ. ആദ്യം ഞാനൊരു സ്റ്റാൻഡ് എടുത്ത് രാജി ഒഴിവായി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാൽ അത് CMൻ്റെ അടുത്ത് പറഞ്ഞു ശിവൂരിലൊന്ന് സംസാരിക്കാൻ. അങ്ങനെ ഞാൻ സംസാരിക്കാൻ വേണ്ടി ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുകയാണ്. ഗണേശനെ ആദ്യം കണ്ടു, അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ യാമിനി ചോദിച്ച് ഷിബു എന്താ വരാൻ കാരണം? അന്നേരം ഞാനിത് അറിയുന്നില്ല.
എന്നിട്ട് അവർ പറയുകയാണ് എല്ലാ ദിവസവും ഇവിടെ നിന്ന് ചീത്ത പറയുന്ന ഷിബുവിനെയാണ്, ഷിബു ആണ് ഇപ്പം മധ്യസ്ഥയ്ക്ക് വരുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചത് വളരെ ഒരു ബന്ധങ്ങളുടെ ആഴമില്ല, ഡെപ്ത് ഇല്ലാത്തതിൻ്റെ ഒരു തെളിവാണ്. പക്ഷേ ഞാനത് ഇഗ്നോർ ചെയ്ത് അതന്ന് ഇടപെട്ട് പരിഹാരത്തിലേക്ക് പോയി. ഇതെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പഴയൊരു IAS ഓഫീസർ ഉണ്ടായിരുന്നു, ഫിലിപ്പോസ് തോമസ്, ഞങ്ങളുടെ കുടുംബമായിട്ട് ഏറ്റവും അടുപ്പമുള്ളതാണ്. പുള്ളിയുടെ 80ാമത് ജന്മദിനം ഇവിടെ വെച്ചാണ് ദുബായിൽ ആഘോഷിക്കുക. ഞാനന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു റൗണ്ട് സംസാരിച്ചു. അച്ഛനും മോനും മിണ്ടത്തില്ല, അച്ഛനെ മോനെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇതെല്ലാം വിശദാംശങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല. അച്ഛനെ മോനെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ ദുബായി പോകാൻ വേണ്ടി, രാവിലത്തെ ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി ഞാനിങ്ങനെ പാൻറ്റ് വലിച്ച് കയറ്റി ഉമ്മൻചാണ്ടിയുടെ കോൾ വന്നു. ഒരു കാരണവശാലും ഇന്ന് പോകാനൊക്കത്തില്ല, ഈ പ്രശ്നം തീർത്തിട്ടേ പോകാനൊക്കത്തില്ല. പിന്നെ ഞാനത് പോയി വീണ്ടും സംസാരിച്ചൊരു ധാരണയിലെത്തി. പിറ്റേന്ന് രാവിലെ ഞാൻ ദുബായി പോയി സംസാരിച്ചു. അന്നേരം ഈ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്തും ഇപ്പുറത്തും സംസാരിച്ചുകൊണ്ടിരിക്കുക. രാജാ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അന്ന് ഗണേശൻ മൂകാംബിയെ പോയി മൗനവ്രതമാണ്. ഞാനീ പാടുപെട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഗണേശൻ മൗനവ്രതം, ആ ഫോൺ എടുക്കത്തില്ല. അന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ പോയി തിരിച്ചു വന്ന് എന്താണെന്നല്ലോ പരിഹരിച്ച ഒരു ചെറിയ കാര്യം. അത് ഈയിടയ്ക്ക് ഗണേശൻ പറഞ്ഞതേ, മനുഷ്യനാണെങ്കിൽ പറഞ്ഞുവിടാത്ത കാര്യങ്ങൾ. ഉമ്മൻചാണ്ടി എത്ര ദിവസം ഉറക്കളച്ചെന്നറിയാം. അന്ന് ഉമ്മൻചാണ്ടി നേരിട്ട ആക്ഷേപം എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ സുധാകരൻ, ഞാനിങ്ങനെ MLA-മാർ ഇങ്ങനെ നിൽക്കുന്നു, അസംബ്ലി പിരിഞ്ഞ് നിൽക്കുന്നു. സുധാകരൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരാളെ ചീത്ത പറയുക. ഞാനവിടെ കേട്ടോണ്ടിരിക്കുക. അന്നേരം മനസ്സിലായി എന്നെ ചീത്ത പറയുക. പുള്ളി എന്നെ ചീത്ത പറയുക, ഇതിൽ ഇടപെട്ടതിന്, ഇങ്ങനൊരു കാര്യത്തിൽ ഇടപെട്ട് ഇവനൊക്കെ ഇതാണോ പണിയെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി എന്നെ ചീത്ത പറയുന്നു. അവസാനം എന്നെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കിന് പുള്ളി നിർത്തിയ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. അതായിരുന്നു ഇടപെട്ടതിന് പോലും ആക്ഷേപം കേട്ടതാണ്. എന്നിട്ടാണ് ഉമ്മൻചാണ്ടിയെ ചീത്ത വിളിച്ചത്. രാത്രി ക്ലിഫ് ഹൗസിൽ എൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കും, തീരുന്നില്ല. ഉമ്മൻചാണ്ടി ഫ്രീ ആകുമ്പം കോൺ വരും, ഞാൻ ഇവരുമായിട്ട് അവിടെ പോകും. അവർ യാമിനിയല്ല വരുന്നത്, യാമിനിക്ക് വേണ്ടി 2 മധ്യസ്ഥരായിട്ട് യാമിനിയുടെ താല്പര്യങ്ങൾ നോക്കാനുള്ള 2 പേര് വരുന്നത്, ഇവരുമായിട്ട് പോയിരുന്നു സംസാരിക്കും. അവസാനം എല്ലാം ധാരണയായി. അതിൽ ഒരു വ്യവസ്ഥയിൽ നിന്ന് ഗണേശൻ മാറി. അതോടെ അവർ വീണ്ടും പരാതി കൊടുത്തു. ഗണേശൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഗണേശനെ മർദ്ദിച്ചെന്നൊരു പരാതി. അതാണ് കംപ്ലീറ്റ് കൈവിട്ട് പോയത് അല്ലേ? ചെയ്യല് എന്ന് പറഞ്ഞാൽ അതുവരെ അതെന്നാ വല്ല ശരിക്കും മർദ്ദിച്ചതാണ്. അല്ല പുള്ളി, ഞാൻ അത് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രോസസ്സ് ഞാൻ പറയാം. ഇതെല്ലാം സെറ്റിൽമെൻ്റായി ധാരണയായി കഴിഞ്ഞ് ഒരു ക്ലോസിൽ നിന്ന് ഏതോ വക്കീൽ പറഞ്ഞ് കൊടുത്തത് വെച്ചിട്ട് അത് സാമ്പത്തിക ഇടപാടായിരിക്കും അല്ലേ? എന്തോ ആയിക്കോട്ടെ, അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അന്ന് വൈകിട്ട് യാമിനി ഫോർമലായിട്ട് പരാതി കൊടുത്തു. ആദ്യം ഗണേശനാണ് കൊടുക്കുന്നത്. ഓയ്യോ മണ്ടത്തരം എന്ന് പറഞ്ഞാലേ. അത് വെച്ച് പോയി. ആ പടമാണ് ഇപ്പോഴും വരും. അത് വന്നപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി വിളിച്ചു പറഞ്ഞു, ഷിബു രാജിവെക്കാൻ പറ എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുണ്ട്, രമേശുണ്ട്, ഇവരെല്ലാവരും കൊണ്ടിരിക്കുന്നു. എന്നെ ക്ലിഫ് ഹൗസിൽ വിളിപ്പിക്കുന്നു, രാജിവെക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുന്നു, രാജിവെക്കണം. സമ്മതിക്കില്ല പുള്ളി. അല്ല, പുള്ളിക്ക് മടിയാണ്. അന്നേരം പുള്ളിയുടെ ആൾക്കാർ അവിടെ വന്ന് ബാലകൃഷ്ണപിള്ളയ്ക്ക് എതിരെ മുദ്രാവാക്യം. അന്ന് ബാലകൃഷ്ണപിള്ള സാറ് എതിരാ മുദ്രാവാക്യം വിളിക്കുന്നു. ഇതെല്ലാം ഉണ്ടാകുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് രാജിവെക്കാൻ പറയുന്നു. രാജിവെക്കാൻ സമ്മതിച്ചു. അന്നേരം ഇവർ പൊളിറ്റിക്കൽ രീതിയിൽ അറിയാമല്ലോ, രാജിവെക്കട്ടെ, കേസൊക്കെ തീർന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുകൂടെ പറഞ്ഞു, കേസൊക്കെ തീർന്നിട്ട് ആലോചിക്കാം. എന്താണേലും പുള്ളി രാജിവെച്ച് കോൺഗ്രസ് വേറെ മന്ത്രിയെ എടുത്തു. 2-3 ആഴ്ച കഴിഞ്ഞ് ഞാൻ CM-ൻ്റെ അടുത്തും ഇവരുടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചോദിച്ചു, എങ്ങനെ ഗണേശൻ്റെ കാര്യം എന്തെങ്കിലും സാധ്യത? ഇനി അതൊന്നും നടക്കത്തില്ല കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് തിരിച്ചു വരാത്തത് ഞാൻ ഒരിക്കൽ കെണിയാന്നാ പുള്ളി അന്ന് മുതൽ ധരിച്ചിരിക്കുന്നത്. അതിന് പിന്നെ മറുപടി അർഹിക്കുന്നില്ലല്ലോ. അന്ന് മുതൽ വൈരാഗ്യമായി ഉമ്മൻചാണ്ടിയോടും എല്ലാവരോടും, എന്നോടും വൈരാഗ്യമായി. അതാണ് പിന്നെ ബാക്കി ആ സരിതയെ പിടിച്ചുള്ള വിഷയങ്ങളെല്ലാം പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്നും നമ്മളിനിയും പറയണ്ട. ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ, ആ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അങ്ങ് തൊഴിൽ വകുപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അങ്ങ് കണ്ടെത്തിയൊരു ഒരു ഞാൻ പറഞ്ഞപ്പോൾ തൊഴിൽ വകുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന വകുപ്പല്ല. നമുക്കറിയില്ല എന്തൊക്കെ. ആരോഗ്യ വകുപ്പ് നമുക്കറിയാം, വിദ്യാഭ്യാസ വകുപ്പ് അറിയാം, പൊതുമരാമത്ത് അറിയാം. പക്ഷെ തൊഴിൽ വകുപ്പിൽ നമ്മളൊന്നും ഇങ്ങനെ എന്താണ് അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങൾ? അല്ലല്ല, തൊഴിൽ വകുപ്പിൽ ഈ പറയുന്ന പോലെ പഴയ കാലത്തെ പോലുള്ള പ്രശ്നങ്ങളൊന്നും തൊഴിൽ വകുപ്പിലില്ല. ഈ നോക്കുകൂലി, ഇങ്ങനെ തെറ്റായ ചില പ്രവണതകൾ ഒഴിച്ചാൽ, പഴയ ഓണക്കാലം വന്നാൽ സമരം, ആ കാലഘട്ടമൊക്കെ പോയി. അതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്.
പക്ഷെ അതുകൊണ്ട് തൊഴിൽ വകുപ്പിൽ ഞാൻ നേരിട്ട പ്രതിസന്ധി, ഞാനാണ് ആദ്യം പറഞ്ഞത്. ഞാൻ ചുമതല എടുക്കുമ്പോൾ നഴ്സുമാർക്ക് 3000 രൂപയാണ് ശമ്പളം. അതെ, എനിക്ക് ആ കഥ അറിയാം. 3000 രൂപയ്ക്കാണ് ജോലി ചെയ്തുകൊണ്ട് ഞാൻ ആദ്യമായി അന്ന് ശ്രീത്രയിലൊരു യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു, ഇതാണ് അവസ്ഥ, ഇത് മാറണമെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഞാൻ UNA എന്ന സംഘടന ഇങ്ങനെ വരുന്നത് കരുത്ത് ആർജിച്ചു വരികയും ആ സമയത്താണ് ബൽരാമൻ കമ്മിറ്റി ഒരു ശുപാർശ കൊടുക്കുന്നത്. ബൽരാമൻ കമ്മിറ്റി അദ്ദേഹം, ഞാൻ വ്യക്തിപരമായൊന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ശുപാർശ കൊടുത്ത ഒറ്റ വയലിൽ 12,900 രൂപ ഇതാക്കണം. അതിൽ ഹോസ്പിറ്റലിൻ്റെ ഗ്രേഡ് ഇല്ല, ഒന്നുമില്ല, ചെറുതും വലുതും എല്ലായിട്ടും പറഞ്ഞ ഒറ്റ ഇതാണ് വന്നത്. പിന്നെ ഇവരത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ സമരം 3000 കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് 13,000 ആക്കണമെന്ന് പറഞ്ഞു. വലിയ ക്രൈസിസ് ആയിരുന്നു. എന്നാൽ ഇത് ചെയ്യേണ്ടതാണ് എന്ന ബോധ്യത്തോടു കൂടി ഇവർ സമരവുമായിട്ട് പോയപ്പോൾ അതിനോട് നമ്മളൊരു ലീനിയൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എടുത്തു. അത് വെച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമായി. ഗ്രേഡൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ 13,900 ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബെഡിൻ്റെ 800 ബെഡുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അങ്ങനെ ബെഡിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു ഇന്നത്തെ ഏറ്റവും വലിയ 5 സ്റ്റാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ശമ്പളത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് താഴോട്ട് ചെറിയ ഹോസ്പിറ്റൽസിന് കുറഞ്ഞപ്പോൾ ഓർക്കുന്നില്ല 10,000. അങ്ങനെ ഇതാണ്. അതാണ് അവരുടെ ആദ്യത്തെ സമര വിജയമായിട്ട് അവർ പറയുന്നത് അങ്ങയുടെ കാലത്ത്. അതൊരു കൺസെൻസസ് ഉണ്ടാക്കി. കാരണം മിനിമം വേജ് ഇവരോട് ഒപ്പിട്ടില്ലെങ്കിൽ കോടതിയിൽ പോയാൽ സ്റ്റേ ചെയ്യും. പക്ഷേ മാനേജ്മെൻറ്റിനെ കൊണ്ട് അത് അംഗീകരിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കന്ന് ചെയ്യാൻ സാധിച്ചത്. അത് പിന്നെ നേരിട്ട ക്രൈസിസ് ആണ് പെമ്പിള ഒരുമ എന്ന് പറഞ്ഞ തോട്ടം തൊഴിലാളി. നമ്മൾ അറിയേണ്ടത് ടാറ്റയിൽ കണ്ണൻദേവനിൽ അവർ യൂണിയനുകളുമായിട്ട് ചർച്ച ചെയ്ത് ഒരു ബോണസ് അങ്ങ് ഫിക്സ് ചെയ്തു. 20% എന്നുള്ള കുറച്ച് നഷ്ടമായതുകൊണ്ട് 12% എന്തോത്തിൽ യൂണിയനുകൾ 3 മുഖ്യധാര യൂണിയനുകൾ സമ്മതിച്ച് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ തൊഴിലാളി സ്വന്തമായിട്ട് പെമ്പിള ഒരുമയെന്നൊരു കൂട്ടായ്മ ഉണ്ടായി. അവർ 20% വേണമെന്ന് പറഞ്ഞ് സമരം തുടങ്ങി. ആ സമരം തുടങ്ങി CITU അടക്കം ശക്തമായി അവർ എഗ്രി ചെയ്ത് അവർ ഈ സമരത്തിനെതിരെ നിൽക്കുമ്പോൾ VS അവിടെ ചെല്ലുകയാണ്, ആ സമരത്തിന് പിന്തുണ നൽകുകയാണ്. അതോടെ മറ്റൊരു തലത്തിലേക്ക് വന്നു. കേരളമാകെ ചർച്ച ചെയ്തു. ഞങ്ങളായിരുന്നു ആദ്യം വാർത്ത കൊടുത്തു തുടങ്ങിയത്, വേറെ ആരും കൊടുക്കത്തില്ലായിരുന്നു. എന്താണേലും അതിനുശേഷം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ അന്നേരം എൻ്റെ കൈക്ക് മാത്രം നിൽക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആര്യാടൻ സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് സംസാരിച്ച് തീരുന്നില്ല. എന്തായാലും ഉമ്മൻചാണ്ടി സാറിനെ കൂടെ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചൊരു ധാരണ എത്തി. ഇന്ന് ഇത് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറ് വരണമെന്ന് പറഞ്ഞ് പുള്ളി വന്നു. അന്ന് പെമ്പിള ഒരുമ ഇത് ആ സമരം തീർന്നു. ആ സമരം തീർന്നപ്പോഴത്തേക്കും ഈ ട്രേഡ് യൂണിയനുകൾക്ക് ക്ഷീണം സംഭവിച്ചല്ലോ. അവരുടെ കയ്യിൽ നിന്ന് പോയി ഒരു സമരം ചെയ്തത്. അവരടുത്ത സമരമായിട്ട് ഇറങ്ങി 500 രൂപ കൂലിയാക്കണം. തോട്ടം മേഖലയിൽ 500 രൂപ കൂലിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ ഒരു ഡിമാൻഡ് നോട്ടീസ് വെച്ചിട്ട് അവർ സമരം പ്രഖ്യാപിച്ചു. അന്നേരത്തേക്കിന് പെമ്പിള ഒരുമയും 500 രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തീർത്തു വിട്ടതാ. ബാക്കി വെയ്റ്റ് സെറ്റിൽമെൻറ്റ് സാധാരണഗതി ചെയ്യാവുന്നത്. അത് വന്നിട്ടാണ് ഒരു പരിഹാരം. മാനേജ്മെൻറ്റുകൾക്ക് എല്ലാ എസ്റ്റേറ്റും പൂട്ടിപ്പോവും. ഒറ്റയടിക്ക് 500 രൂപയിലേക്ക് കൊണ്ടുവന്ന എല്ലാ എസ്റ്റേറ്റും പൂട്ടിപ്പോവും. അങ്ങനെ നിരന്തരമായി. പക്ഷെ അന്ന് മീഡിയ നിങ്ങളടക്കം എല്ലാവരും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഇതിൻ്റെ നമുക്കൊരു ഇത് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഉള്ളവരുടെ തൊഴിൽ പോകത്തില്ലല്ലോ. എന്നാലും ഇതിനെന്താ പരിഹാരം എന്നുള്ളത്. എന്നിട്ട് ഞാൻ ചെന്ന് CMൻ്റെ അടുത്ത് പറഞ്ഞു, CM എന്നെ കൊണ്ട് പറ്റത്തില്ല, ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഹരിയാണ സാറിൻ്റെ സീനിയോറിറ്റി അദ്ദേഹത്തിൻ്റെ പരിചയം കൂടെ വേണമെന്ന്. അങ്ങനെ ആര്യാടൻ സാറും ഞാനും കൂടെയാണ് ചർച്ചയ്ക്ക് പോകുന്നത്. ആര്യാടൻ സാറിൻ്റെ പരിണത പ്രശ്നം ഇവരിങ്ങനെ വലിയ ആവശ്യം ഞാൻ ഇന്ന് തീർക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ആര്യാടൻ സാറ് കുറച്ച് നേരം ചർച്ച ചെയ്തിട്ട് 2 ഭാഗം കേട്ടിട്ട് എൻ്റെ അടുത്ത് പറയും, മൂത്തിട്ടില്ല പോട്ടെ, അത്ര എക്സ്പീരിയൻസ് ഇത് മൂത്തിട്ടില്ല. പുള്ളി അന്നത്തെ ചർച്ച അവസാനിപ്പിക്കും. അങ്ങനെ പിന്നെയും പോയി. അത് പുള്ളിയുടെ ഒരു വൈദഗ്ധ്യം. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം പുള്ളിക്കത് തീരാൻ ഇപ്പം ഒരു മധ്യസ്ഥ വഹിക്കണമെങ്കിൽ ഒരു ലെവൽ എത്തണമല്ലോ. പുള്ളിക്കറിയാം. അങ്ങനെ കുറേ പോയി. അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നപ്പോഴും കുറേ വിഷയങ്ങൾ അവശേഷിക്കുകയാണ്. അത് ഞങ്ങളുടെ ലെവലിൽ നിൽക്കത്തില്ല. നിയമഭേദഗതി അടക്കം ഞങ്ങൾ CMനെ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവസാനം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് CM ഒരു 1/2 ദിവസം വേറെ ഒരു പരിപാടിയുമില്ലാതെ ആരെയും വിസിറ്റേഴ്സിനെ കാണാതെ ഞങ്ങൾക്ക് വേണ്ടി തന്നാൽ ഇത് തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തന്നു. അങ്ങനെയാണ് അവിടെ ഇരുന്നത്. അദ്ദേഹം ഒരു 3-4 മണിക്കൂർ സമയം ചെലവഴിച്ച് ഓരോ വിഷയമായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കൺവിൻസിങ്ങിനുള്ള കഴിവുണ്ടല്ലോ, അതൊരു അസാമാന്യ കഴിവ് തന്നെയാണ്.
അങ്ങനെ ആ വിഷയം അത് പരിഹരിച്ചതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കൂട്ടാൻ ഞാൻ സമ്മതിച്ചു. പക്ഷെ ആ ടേബിളിൽ സമ്മതിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. മനസ്സിലായി. ഞാനത് കൊടുത്തു. അന്ന് ആ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടൂടെ കൂട്ടിയത് കൊണ്ട് അവരുടെ നഷ്ടം കുറഞ്ഞു. അവരുടെ നഷ്ടം കുറഞ്ഞു. അവർക്കത് ചെയ്യാൻ അബ്സോർബ് ചെയ്യാൻ പറ്റി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ട്രേഡ് യൂണിയൻസ് കാണിച്ചുകൊണ്ടിരുന്ന നിരുത്തരം അന്നത്തേക്കിന് ഈ കൈ കൊണ്ട് പ്ലക്ക് ചെയ്യുന്ന മാറ്റിയില്ല, ഷിയർ പ്ലക്കിംഗ് ആയി. ഇതിനേക്കാൾ കൂടുതലാണ് തൊഴിലാളി എടുക്കുന്നത്. തമിഴ്നാട്ടിലുള്ളതിനേക്കാൾ കുറവ് ഇവിടെ വെച്ചിട്ട് നമുക്ക് കമ്പീറ്റ് ചെയ്യാനൊക്കത്തില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് കൂട്ടി അങ്ങനെയാണ് അത് വിഷയം പരിഹരിച്ചത്. എന്തെങ്കിലും പൂർത്തിയാക്കാനുണ്ടായിരുന്നോ തൊഴിൽ മന്ത്രി എന്ന നിലയിൽ? അല്ല, ഞാൻ അതിനേക്കാളൊക്കെ ഞാൻ ത്രിൽഡ് ആയതെല്ലാം സ്കിൽ ഡെവലപ്മെന്റിലായിരുന്നു. ഞാൻ അതും കേട്ടിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെന്റിൽ ഒത്തിരി ഇനീഷ്യേറ്റീവ്സ് തുടങ്ങി. ഒന്ന് മാത്രമാണ് അസാപ്പ് അല്ല, അസാപ്പ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലും അസപ്പ് എന്ന് പറഞ്ഞ് അഡീഷണൽ സ്കിൽസ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ലേബറിന്റെ കീഴിൽ. പക്ഷെ ഞാനന്ന് കേസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയിട്ട് കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസ് വളരെ പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസും ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് പോലും റിക്രൂട്ട്മെൻറ്റ് പോലും ഒന്നിലും ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്തില്ല. അതുകൊണ്ട് നല്ല പ്രൊഫഷണൽസ്. അന്ന് BR ഷെട്ടി വന്ന് കേസ് തന്നിട്ട് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് ലൈക്ക് എ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ദിസ് ലൈക്ക് എ കോർപ്പറേറ്റ് ഓഫീസ്. ആ നിലയിൽ പ്രൊഫഷണൽസായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ സെഗ്മെൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ ഗ്യാസിൻ്റെ കൊരട്ടിയിൽ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങി. പ്രൈവറ്റിനെ കൂടെ കൊണ്ടുവന്നിട്ടാണ്. നേഴ്സസിൻ്റെ അന്ന് BR ഷെട്ടിയായിട്ട്, പുള്ളി അന്ന് നാട് വിട്ടില്ല, ഏറ്റവും വലിയ ബിസിനസ്സുകാരനെ നിൽക്കുമ്പോൾ BR ഷെട്ടിയായിട്ട് നേഴ്സസിൻ്റെ ഉണ്ടായി. ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ വന്നു. കൺസ്ട്രക്ഷൻ്റെയാണ് ചവറയിൽ തുടങ്ങിയത്. ട്രെയിനിങ് കൊടുക്കണോ? സ്കിൽ എൻഹാൻസ്മെൻറ്റ്. നമുക്കൊരു ബേസിക് ഇൻ്റർനാഷണൽ റിക്വയർമെൻറ്റ്, തൊഴിലിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള സ്കിൽസ് നമ്മൾ ഇമ്പാർട്ട് ചെയ്തിട്ട് അവിടുന്ന് തന്നെ റിക്രൂട്ട് ചെയ്ത് പോകുന്നു. ഇപ്പോൾ അതെങ്ങനെ പോകുന്നു? ഞാനന്ന് പോയി അന്നെല്ലാം വേണ്ടില്ല. ഊറാലെങ്കിലും നടത്തുന്നത് ചവറയിൽ, ബാക്കിയെല്ലാം നഴ്സിങ്ങിൻ്റെ ഒക്കെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഓയിൽ ആൻഡ് ഗ്യാസ് കൊണ്ടെന്ന് തോന്നുന്നില്ല, എല്ലാം പോയി. ഞാൻ പിന്നെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയത് ഞാൻ ഒരുപാട് അല്ല, നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങി. നഴ്സിങ്ങിൻ്റെയും ഓയിൽ ആൻഡ് ഗ്യാസും അന്ന് തുടങ്ങി. കൺസ്ട്രക്ഷനിൽ തുടങ്ങാൻ പറ്റിയില്ല, ചവറയിലെ തുടങ്ങാൻ പറ്റിയില്ല, പുതിയ ഗവൺമെൻറ് വന്നു. പക്ഷെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് പോയതാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ചവറ എങ്ങനെയാണ്, ഈ അച്ഛൻ്റെ ഇതുകൊണ്ടാണ് ഈ ചവറ RSPയുടെ ഒരു സെൻറ്ററായി മാറിയത്? പണ്ടൊരു തമാശയൊക്കെ പാലയിൽ നിന്നൊക്കെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഈ RSP കരക്കാടനോട് വരുമായിരുന്നു, കഥയൊക്കെ ഉണ്ട്. അല്ല, അച്ഛൻ്റെ മാത്രമല്ലോ, തിരുവിതാംകൂറിൻ്റെ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ RSP ആണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായിരുന്നില്ല. ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടങ്ങുന്ന കേരള സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്ന സമയം മുതലല്ലേ? കേരള സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്ന സമയം മുതൽ അച്ഛനും ശ്രീധരൻ നായരും എനിക്ക് K. ബാലകൃഷ്ണനൊക്കെ ആയിരുന്നു തോന്നല്ലേ? അല്ല, അതിൻ്റെ ഒരു ചരിത്രം, ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരായി തുടങ്ങിയിട്ട്, അതിന് പുന്നര ശ്രീധരനായിരുന്നല്ലോ അന്നത്തെ നേതാവ്. അതിനുശേഷം ഇവർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി. അത് കഴിഞ്ഞാണ് 1947 KSP രൂപീകരിച്ച്. അന്ന് മത്തായി മാഞ്ഞൂരാനും എല്ലാവരും ഇവിടെ KSPയുടെ ഭാഗമായിരുന്നു. അന്ന് ശ്രീകണ്ഠൻ ചേട്ടൻ, അന്നാണ് കണ്ണന്തോടത്ത് ജനാർദ്ദൻ നായരായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ ചെയ്തത്. പക്ഷെ പുള്ളി 47 മരിച്ചുപോയി. പുള്ളി 47 മരിച്ചത് കൽക്കട്ടയിൽ പോയതാണ്. ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി RSP എന്നുള്ളത് കേട്ട് RSPയെ കുറിച്ച് അന്വേഷിക്കാൻ പോയി. അവിടെ വെച്ച് വസൂരി വിട്ട് മരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് KSPയുടെ രൂപീകരണം ഉണ്ടാകുന്നത്. KSP കഴിഞ്ഞപ്പോൾ നമുക്കൊരു കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അന്ന് ചങ്ങാരപ്പള്ളിയും K. ബാലകൃഷ്ണനും തോന്നുന്നു, അവരെ കൽക്കട്ടയ്ക്ക് വിട്ട് കൽക്കട്ടയായിട്ട് ചർച്ച ചെയ്ത് RSP ലീഡർഷിപ്പുമായിട്ട് ചർച്ച ചെയ്ത് അത് ലയിക്കുക, അവർ വന്ന് റിപ്പോർട്ട് ചെയ്ത് ലയിച്ച്, അങ്ങനെയാണ് RSP ഉണ്ടാകുന്നത്. പക്ഷേ ഒരു പാർട്ടിയുടെ ജന്മത്തിൽ തന്നെ പിളർപ്പ് ഉണ്ടാകുന്നതാണ്. കാരണം മത്തായി മാഞ്ഞൂരാനും അവരെല്ലാം KSP ആയി തന്നെ, അവർക്ക് ദേശീയ ധാരയിലേക്ക് പോകാതെ അവർ KSP ആയി തുടർന്നു. അന്നേരം അന്ന് മുതൽ കേരളത്തിലെ രണ്ടാമത്തെ ട്രേഡ് യൂണിയൻ, രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനാണ് തിരുവിതാംകൂർ മിനറൽ വർക്കേഴ്സ് യൂണിയൻ. അത് ശ്രീകണ്ഠൻ ചേട്ടന്, കണ്ണന്തോടത്ത് നായരും ശ്രീകണ്ഠൻ ചേട്ടനുമായിരുന്നു അതിന് ഇനീഷ്യേറ്റ് ചെയ്തെങ്കിലും എൻ്റെ പിതാവിൻ്റെ പഠിത്തം കഴിഞ്ഞ് വന്ന പുള്ളി അവിടെ നിയോഗിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരാണ് മണ്ണുമണി തൊഴിലാളികളായിട്ടുള്ളത്, അവരെ സംഘടിപ്പിക്കാൻ. അതുപോലെ കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് അല്ല, ഈ തിരുവനന്തപുരത്തെ എല്ലാ സ്ഥാപനങ്ങളും, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ UTUC ആയിരുന്നല്ലോ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മളായിരുന്നു മൊത്തം അതായിരുന്നു. അതായിരുന്നല്ലോ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം. അതുവരെ ഒരു ഫാക്ടറിയിൽ ഒരു യൂണിയൻ എന്നുള്ളതായിരുന്നു ഇത്. 57 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള
ട്രേഡ് യൂണിയനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന് അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ശ്രീകണ്ഠൻ ചേട്ടൻ നിരാഹാരം കിടന്നതും അങ്ങനെ ഉണ്ടായിരുന്ന TV ശ്രീകണ്ഠൻ ഫോർമുല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്നത്തെയൊക്കെ ഏറ്റവും വലിയ സമരമായിരുന്നു ശ്രീകണ്ഠൻ ചേട്ടൻ്റെ നിരാഹാരവും കേരളം ആകെ കത്തിപ്പടരുന്ന നിലയിലേക്ക്. അങ്ങനെ TV തോമസ് ശ്രീകണ്ഠൻ ചേട്ടനും തമ്മിലുള്ള ഒരു ധാരണ പ്രകാരമാണ് നിരാഹാരം അവസാനിപ്പിക്കുന്നത്. അതിനകത്തും പറയുന്നുണ്ട് ഒരു സ്ഥാപനത്തിൽ ഒരു ട്രേഡ് യൂണിയൻ അങ്ങനെ ധാരണയിലെത്തി. പക്ഷെ വീണ്ടും ഒരു കാറ്റിൽ പറത്തി ഇതാണ്. അന്നേരം അന്ന് ഈ പറഞ്ഞല്ലോ അതിൻ്റെ കാര്യമാണല്ലോ ആദ്യത്തെ ബോണസ് ചർച്ച HNC കമ്പനി കൊല്ലത്ത് വോട്ട് കമ്പനിയിൽ നടക്കുമ്പോൾ അന്ന് KV പത്രോസ് അടക്കമുള്ളവർ ഇപ്പോൾ സമരം ചെയ്യല് നമ്മൾ ബോണസിന് വേണ്ടി ഡിമാൻഡ് കൊടുത്ത് തൊഴിലാളി സമരത്തിൽ നടക്കുമ്പോൾ KV പത്രോസ് അടക്കമുള്ളവർ പറഞ്ഞു ഇപ്പോൾ സമരം ചെയ്യല് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യലെന്നൊരു നിലപാടെടുത്തു. ശ്രീകണ്ഠൻ ചേട്ടൻ പറഞ്ഞ് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അങ്ങനെ ആ സമരവുമായി മുന്നോട്ട് പോയി. അങ്ങനെയാണ് ആദ്യത്തെ ബോണസ്, ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ ബോണസ് കിട്ടുന്നത് ആ സമരത്തിൽ കൂടിയാണ്. ഇതിന് പ്രതികാരം ആണ് പുന്നപ്ര വയലാർ സമരം വന്നപ്പോൾ അവിടെ ശ്രീകണ്ഠൻ ചേട്ടൻ ഇത് ചെയ്യല്ലെന്ന് പറഞ്ഞു. ആ സമരത്തിനോട് എതിരായിരുന്നു. വാരിക്കുന്തവും കൊടുത്തുകൊണ്ട് പട്ടാളക്കാരുടെ മുമ്പിലേക്ക് തോക്കിൻ്റെ മുമ്പിലേക്ക് വിടല്ലെന്നുള്ളൊരു നിലപാട് ശ്രീകണ്ഠൻ ചേട്ടൻ എടുത്തത്. മാത്രമല്ല അതൊരു ശ്രീകണ്ഠൻ ചേട്ടൻ പിന്നെ ഒരു വളരെ വൈകാര്യമായ ഒരു പുസ്തകം എഴുതി, വഞ്ചിക്കപ്പെട്ട വേണാട് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അന്ന് തിരിച്ച് ശ്രീകണ്ഠൻ ചേട്ടനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ സ്വാധീനം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. പക്ഷേ എല്ലാവരും ഉണ്ട്, സഹകരിച്ചാണ്. പക്ഷേ അവിടെ നിന്ന് ഇറക്കി വിട്ട് അതൊരു വ്യക്തമായ ഡിമാൻഡ് വെച്ചായിരുന്നില്ലല്ലോ. റേഷൻ അരിയുടെ നിലവാരമില്ല, അങ്ങനെ പല വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്ന ഓരോ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അന്ന് ഇവിടുന്ന് ഇറക്കി വിട്ടു. പക്ഷേ അന്ന് ഒരു സ്ഥാപനത്തിൽ ഒരു യൂണിയൻ എന്നുള്ള നിലയിലായിരുന്നു ലീഡർഷിപ്പിൽ നിൽക്കുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു. അങ്ങനെയൊക്കെ അതാണ് കൊല്ലം ജില്ലയിലും തിരുവിതാംകൂറിലെയും എല്ലാ ട്രേഡ് യൂണിയൻ RSP മറ്റ് രീതിയിലേക്ക് വളരായിരുന്നതിൻ്റെ തടസ്സം അതാണ്. ഇവരൊക്കെ ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഒറ്റ അജണ്ട ആയിരുന്നു. മറ്റു വർഗ ബഹുജന സംഘടനയിലേക്ക് ഒരിക്കലും കടക്കാൻ ശ്രമിച്ചിട്ടില്ല. ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികളെ സംഘടിപ്പിക്കുക, അതിൽ പരിമിതപ്പെട്ട് നിന്ന പ്രവർത്തനമായിരുന്നു. പിന്നെ ചവറയിലേക്ക് ഒതുങ്ങിയില്ല കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രചരണം. ഇത് RSP ഏറ്റവും ശക്തമായ എന്ന കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാണി സാറ 70കളിൽ പറയുന്നത് അങ്ങ് ചവറ മുതൽ ഇങ്ങ് ചവറ വരെയുള്ള പാർട്ടി എന്നും പറഞ്ഞുകൊണ്ടൊരു അധിക്ഷേപം. മാണി സാർ 70കളിലാണ് 70കളിൽ ഒരുമിച്ചായിരുന്നല്ലോ. 80കളിലാണ് മാണി സാറിൻ്റെ ഒരു പ്രസംഗം വന്നത്. അതോടാണ് അങ്ങനെ ഒരു കോയിനേജ് വന്നത്. അന്ന് ചവറയല്ല RSPയുടെ അന്ന് എല്ലാ പ്രദേശത്തും സ്വാധീനമുള്ളതാണ്. പക്ഷെ ചവറയിൽ RSP പാലായി മിക്കവരും അന്ന് ആ കാലത്ത് കേരള കോൺഗ്രസ് ആയിരുന്നു പോലെ അല്ല. അന്ന് ചവറയുടെയൊക്കെ പശ്ചാത്തലവും കൊല്ലത്തിൻ്റെ പശ്ചാത്തലവും ലെഫ്റ്റ് സ്പേസ് RSPക്കും മറ്റേ കോൺഗ്രസും മുഖ്യധാര കോൺഗ്രസ് ഇത് രണ്ടും മാത്രമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ CPM LDF എന്ന ആശയം വന്ന് LDFിൻ്റെ ഭാഗമായതിന് ശേഷമാണ് CPMന് കൊല്ലം ജില്ലയിൽ ഈ വളർച്ച ഉണ്ടായതും RSPക്ക് ബലക്ഷയം ഉണ്ടായത്. അതാണ് അബദ്ധം പറ്റും. ഒരുമിച്ച് ചേരാൻ പോയതാണ് പണിയായത്. പിന്നെ അവർക്ക് തന്ത്രം അറിയായിരുന്നു. അതോടെ പോയി RSPക്ക്. അതോടെ RSPയുടെ ബലക്ഷയം ഇതിനെല്ലാം കാരണം LDF ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം. നിങ്ങളും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റാണ്. പിന്നെ എന്താണ് വ്യത്യാസം ചുരുക്കി പറഞ്ഞാൽ മതിയാവും. പെട്ടെന്ന് പറയാം. സ്റ്റാലിൻ ജീവിച്ചിരിക്കെ സ്റ്റാലിനിസം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച ഒരേ ഒരു വിപ്ലവ പ്രസ്ഥാനം ലോകത്തുണ്ടെങ്കിൽ അത് RSP ആണ്. അന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ ദിലീപ് കുമാർ ചൗധരി, മക്കൻ പാൽ, യോഗേഷ് ചാറ്റർജി എന്ന് പറയുന്നവരെല്ലാം കൂടെ ചേർന്നാണ് രൂപം കൊടുത്തത്. അവരെ ഇൻസ്പയർ ചെയ്തത് ഭഗത് സിംഗ്, HSRയും ഭഗത് സിംഗും അവരിൽ നിന്ന് ഇൻസ്പിറേഷൻ വാങ്ങിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തന്നെ. പക്ഷേ സ്റ്റാലിൻ പറയുന്നത് മാത്രം അംഗീകരിക്കുന്ന അല്ല മാർക്സിസം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. അതിലേക്കാണ് കേരളത്തിലെ RSP 1950 അവിടെ തുടങ്ങി. കേരളത്തിലെ RSP 50 അതിൻ്റെ ഭാഗമാണ്. അതാണ് ഒരു വ്യത്യാസം. പിന്നെ LDF ആയി പോയപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വലിയേട്ടം വിഴുങ്ങുന്ന പോലെ വിഴുങ്ങി വന്നൊരു സാധനമുണ്ട്. ഈ പാർട്ടിയാണ്. എന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ കേരളത്തിലെ ലെഫ്റ്റ് പാർട്ടീസ് എല്ലാം കൂടെ ഒന്നിക്കണമെന്ന് RSPയുടെ പാറ്റ്ന സമ്മേളനത്തിലാണ് ഇതാദ്യം കോൾ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പം 70 ഇവിടെ കോൺഗ്രസുമായിട്ട് ചേർന്നു. അങ്ങനെ ദേശീയ RSP ആയിട്ട് ബന്ധം വിച്ഛേദിച്ചു. മനസ്സിലായി. അന്നത്തേക്കിന് ബംഗാളിൽ ലെഫ്റ്റ് ഫ്രണ്ട് ഉണ്ടായി, അധികാരത്തിൽ വന്നു. 80 വന്നപ്പോൾ അവിടുത്തെ സമ്മർദ്ദവും കൂടെ കൊണ്ടാണ് കോൺഗ്രസ് ബന്ധം വിച്ഛേദിച്ച് വീണ്ടും LDF ആയി കേരളത്തിൽ ചേരേണ്ടി വന്നു. വീണ്ടും ദേശീയ RSPയുമായി ഒരുമിച്ച് 80 മുതൽ പോകേണ്ടി വന്നു. നിങ്ങൾ പിന്നീട് പിളർന്നല്ലോ, അതെന്താണ്? ഈ യഥാർത്ഥത്തിൽ എൻ്റെ പിതാവിൻ്റെ അനാരോഗ്യത്തെ തുടർന്ന് മന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്
പിന്നെ പിതാവ് കഴിയുമ്പോൾ ഒരു മന്ത്രിയെ വേണം. അങ്ങനെ 2 ഫാക്ഷനായി അതിനകത്ത് മാറി. അന്നൊരു മധ്യസ്ഥ പറഞ്ഞ് തീർക്കാൻ അതിനകത്ത് ആരും ഇല്ലാതെ പോയി. അതിനൊരു ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് നടന്നു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ. അത് കഴിഞ്ഞാലെങ്കിലും ഒന്നിച്ച് പോകുന്നതിന് പകരം അങ്ങനെ വി പി ചേട്ടൻ മന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കിന് അഭിപ്രായ വ്യത്യാസം എഴുതുന്നു. അന്നേരമാണ് ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക്. അതെ, നമ്മുടെ വിദൂര സ്വപ്നത്തിൽ പാർട്ടി പിളരുമെന്നോ ഏതെങ്കിലും ഫാക്ഷനുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നോ അല്ലെങ്കിൽ കൂടുതൽ ഞങ്ങൾക്ക് അടുപ്പം അന്ന് വി പി ചേട്ടനുമായിട്ടായിരുന്നു. വി പി ചേട്ടനും വാസുള്ള ചേട്ടനും എന്നുള്ളവരായിരുന്നു ഏറ്റവും. ശരിക്കും വി പി ചേട്ടനെതിരെ ആദ്യം മത്സരിച്ചത്. അതെ, അവരുമായിട്ടൊക്കെ ആയിരുന്നു കൂടുതൽ അടുപ്പം. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെ അവിചാരിതമായ അന്നേരം എൻ്റെ വിഷയം അവിടെ ഒരു ട്രേഡ് യൂണിയൻ്റെ തലപ്പത്തേക്ക് എന്നെ കൊണ്ടുവന്നു. മണ്ണുമ്മി തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്നു. പാർട്ടി അത് അംഗീകരിച്ചില്ല. അങ്ങനെ തൊഴിലാളി ഒരു ഭാഗത്തും പാർട്ടി ഒരു ഭാഗത്തുമായി ഞാൻ അന്നേരം തൊഴിലാളിയോടൊപ്പം നിൽക്കേണ്ടി വന്നു. അന്നേരം മറ്റേ അഭിപ്രായ വ്യത്യാസം നിന്നവർക്ക് അന്നേരം സൗകര്യമായി. ഇങ്ങനെ ശക്തമായൊരു സാന്നിധ്യം ചവറയിൽ നിന്നൂടെ കിട്ടി. അന്നേരം അത് പരിഹരിക്കാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടാകത്തില്ലായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമായി നിന്നു, പാർട്ടി പിളർപ്പിലേക്ക് പോയി. അങ്ങനെയാണ് പാർട്ടി പിളർന്നത്. ആദ്യം പക്ഷേ അവസാനം എനിക്കൊരു മെമ്പർഷിപ്പ് പോലും തരത്തില്ലെന്നായി. അതൊക്കെ ചവറയിലുണ്ടാക്കിയ വികാരം. പാർട്ടി മെമ്പർഷിപ്പിനെ അപേക്ഷിച്ചിട്ട് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് തന്നില്ല. പാർട്ടി മെമ്പർഷിപ്പ് തന്നില്ല. ബേബി ജോണിൻ്റെ മകന് പാർട്ടി മെമ്പർഷിപ്പ് തന്നാൽ കൂടി വന്നാൽ ലോക്കൽ കമ്മിറ്റിയിൽ വരെ വരാവുന്നേ ഉള്ളൂ. പക്ഷെ അതുപോലും തരാൻ തയ്യാറായിപ്പോയി. ഓരോ ദിവസവും ഏതൊക്കെയോ ഭാഗത്തുനിന്ന് കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കാരണം ഇത് ഇങ്ങനെ ആ ഗ്യാപ്പ് അങ്ങ് വൈഡൻ ചെയ്ത് ലിഫ്റ്റ്. പ്രേമേന്ദ്രനൊക്കെ അന്ന് നെഗറ്റീവായി അല്ലേ? പ്രേമേന്ദ്രൻ മറുഭാഗത്താണ്. അത് കഴിഞ്ഞ് ജയിച്ചു. പിന്നീട് അങ്ങനെയാണ് ജയിച്ചു മന്ത്രിയാവുന്നത് അല്ലേ? 2001 ഞാൻ ജയിച്ചു. 2001 ജയിച്ചു. 2006 പ്രേമേന്ദ്രനോട് ഞാൻ തോറ്റു. 2011 ഞാൻ പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്തി മന്ത്രിയായി. പിന്നെ ഒരുമിക്കാൻ തീരുമാനിച്ചു. ഒരുമിക്കാൻ തീരുമാനിച്ച 2014 പാർലമെന്റ് ഇലക്ഷൻ വന്ന സമയത്ത് അവർക്ക് പ്രശ്നം ഉണ്ടായി പോകുന്നപ്പം അവർക്ക് അപ്പുറത്ത് സീറ്റ് കിട്ടുന്നില്ല. വളരെ രസകരമാണത്. കാരണം ഞാനൊരു ദിവസം ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ എറണാകുളത്തെ RSPBയുടെ എറണാകുളത്തെ ജില്ല അന്ന് പ്രേമേന്ദ്രൻ MP ആണല്ലേ? അല്ല, ഞാനുമായിട്ട് തോറ്റ് നിൽക്കുക. അല്ല, 2014 സീറ്റ് വേണമായിരുന്നു. 2011 എന്നോട് തോറ്റ് പ്രേമേന്ദ്രൻ. അപ്പൊ അവർക്ക് MP ഉണ്ട്, RSP ഇല്ല. RSPക്ക് MP സ്ഥാനം 98 പോയല്ലോ. അപ്പൊ വീണ്ടും ചോദിച്ചത് അവര് 2014 വേണോന്ന് പറഞ്ഞു. അവര് പലതവണ ചോദിച്ചെങ്കിലും CPM കൊടുത്തില്ല. 2014 വീണ്ടും ചോദിച്ചു. CPM എന്നൊരു എല്ലാ തവണയും ചോദിക്കുന്ന പോലെ എന്നുള്ള നിലയിൽ അത് കണക്കായി ഗൗരവത്തിൽ എടുത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാനൊരു ദിവസം ഓഫീസിൽ ഇരിക്കുന്ന അന്നേരം ഞങ്ങളുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി വിളിക്കുവാണ്, രജികുമാർ എന്നും പറഞ്ഞ്. ഇപ്പോൾ ഈയിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ സതീശനുമായൊരു യാത്ര. നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു? ശരി. മറ്റേ അമംഗലാപുരം പോയത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പാർട്ടി പ്രവർത്തനത്തിലില്ല. രജി വിളിക്കുകയാണ്. രജി പറഞ്ഞു, സാറേ പ്രേമേന്ദ്രൻ വിളിച്ചിരുന്നു, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി ജോലി വെക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അത്ര ടേംസിലല്ലായിരുന്നു ഞങ്ങൾ ടോക്കിംഗ് ടേംസ് പോലും അല്ല ടോക്കിംഗ് ടേംസ് പോലും അല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വിളിച്ചു. ഞാൻ വിചാരിച്ചു ചുമ്മാ പറഞ്ഞു. ഞാൻ വിളിച്ചു ശരിയാണോ, എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊന്ന് അസീസ് അന്ന് അലമ്പുണ്ടാക്കി തോന്നില്ല പുള്ളി. ഇല്ലല്ല, ഞാൻ പറയാം, എൻ്റെ ക്രോണോളജിക്കൽ ഇത് പറയാം. ഞാൻ അന്നേരം വിചാരിച്ച് അവൻ പറഞ്ഞില്ല, സീരിയസ് ആയിട്ടാണെന്ന് പറഞ്ഞത്. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ വിളിക്കുകയാണ്, CM-നെ വിളിക്കുകയാണ്. അന്നേരം പറഞ്ഞ് ഫോൺ കൊടുക്കാത്തതില്ല. അവർ 3 പേര്, CM, ഉമ്മൻചാണ്ടി സാറ്, രമേശ്, സുധീരൻ, KPCC പ്രസിഡന്റ്, ഇവർ 3 പേരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വലിയ ഉപകാരം, അവർക്ക് ഫോൺ കൊടുക്കുക, എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കണം. ഞാൻ CM-ൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്, എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിച്ചു, ഷിബു അത്യാവശ്യമായിട്ട് ഇങ്ങനെ വരാൻ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി 10 മിനിറ്റാണ് ഞാനിവിടെ ചെല്ലുമ്പോൾ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞ് എടുക്കാം. 2 കണ്ടീഷനേ ഉള്ളൂ. 1 ഡൽഹിയിൽ UPയുടെ ഭാഗമായി നിൽക്കണം, 2 കേരളത്തിൽ 2 RSPയും ഒന്നിക്കണം. അടിപൊളി കണ്ടീഷൻ വെച്ച് നമുക്ക് നല്ല അല്ലേ പ്രശ്നം. ഞാൻ രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വികാരം നമ്മൾ അങ്ങോട്ട് ചേരണം. 2 RSPയും കൂടെ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കൂടെ കൊടുക്കില്ല, 2 കൂടെ ഒന്നാകണം എന്ന് പറഞ്ഞു. ഞാനന്നേരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ പാർട്ടി പിള്ളേരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ലല്ലോ. ഞാൻ രണ്ടാമത്തെ ഭാഗം ഞാൻ സമ്മതിച്ചു. മറ്റേത് അവരുമായിട്ട് ചോദിക്കാൻ എനിക്കിവർ ആരെങ്കിലും ഈ രജികുമാർ പറഞ്ഞല്ലാതെ ഇവരുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അസീസേട്ടനുമായിട്ട് ഞാൻ സംസാരിക്കുന്നു. എന്നാൽ രജികുമാർ വഴി ഇവരെ തിരിച്ച് വിളിക്കാൻ നോക്കിയപ്പോൾ ഇവർ 2 പേരും AK സെൻ്ററിൽ ചർച്ചയ്ക്ക് പോയിരിക്കുക.
അന്നേരത്തേക്കിന് ഞാനിവിടെ പറഞ്ഞും പോയി ഇവർ സമ്മതിക്കുകയും ചെയ്തു. ചർച്ച ചെയ്ത് ഏത് തീരുമാനമായിട്ട് ഇറങ്ങുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. മാത്രമല്ല എനിക്ക് അസീസ് ചേട്ടനുമായിട്ട് ഒരു കോണ്ടാക്റ്റും പ്രേമനുമായിട്ട് ഞാൻ സംസാരിക്കാറില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. ഞാൻ അന്നേരം വി പി ചേട്ടനെ വിളിച്ചു. വി പി ചേട്ടൻ അപ്പുറത്തുണ്ടല്ലോ. വി പി ചേട്ടാ ഇങ്ങനൊരു സാഹചര്യമുണ്ട്. ഇത് വി പി ചേട്ടൻ കേട്ട പാടെ നമുക്ക് നോക്കാം, ആലോചിക്കാൻ ഷിബു. എന്നിട്ടാണ് അന്നേരം ഇവിടെ ധാരണയായി. പിന്നെ വൈകിട്ടായി കഴിഞ്ഞപ്പോൾ ഇന്നതാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ വഴി കമ്മ്യൂണിക്കേറ്റ്. അന്നേരം AK സെൻറ്ററിൽ നിന്ന് ഇറങ്ങി, നിരാശരായി ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴേ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിറ്റേന്ന് തന്നെ AK സെൻറ്റർ പറഞ്ഞു, തീർത്ത് പറഞ്ഞു കൊല്ലം ബേബി തന്നെയാണെന്ന് പറഞ്ഞു. തരത്തില്ല. എന്നിട്ട് ഒന്നുകൂടെ അസീസിയേറ്റൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത തവണ നിങ്ങളുടെ അസംബ്ലി സീറ്റൊന്നും എടുക്കാതെ നോക്കാമെന്ന്. അതാണ് ഇൻസൾട്ടായത്. അതോടെ ഇൻസൾട്ടായി നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പിണറായി വിജയൻ്റെ ഇങ്ങനെ ഒരു തീരുമാനം ഇവിടെ അറിയിച്ച് പിറ്റേന്ന് തന്നെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി കൂടി. അന്നേരം അന്ന് വൈകിട്ട് AK സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ RSPയുടെ പ്രതിഷേധ പ്രകടനം എല്ലായിടത്തും നടത്താൻ തീരുമാനിച്ചു. എന്നാൽ ഞാൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ചവറയിൽ അവർ RSPയുടെ പ്രതിഷേധ പ്രകടനം പോകുമ്പോഴത്തേക്കിന് RSPക്കാർ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രകടനം ഇറക്കണമെന്ന്. അങ്ങനെ ഉണ്ടായി. അന്നേരം പിറ്റേന്ന് അവരുടെ കമ്മിറ്റി കൂടുന്നു. അന്നേരത്തേക്കിന് ഇത് ഇവിടെ ധാരണയായി കഴിഞ്ഞല്ലോ. പിറ്റേന്ന് അവരുടെ കമ്മിറ്റി കൂടുന്നു. കൂടിക്കഴിയുമ്പോൾ അവർ മുന്നണി വിടാൻ തീരുമാനിക്കാൻ അന്ന് അവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തുന്നു. എന്നിട്ട് പിറ്റേന്ന് ഫോർമലി നേതാക്കന്മാരെല്ലാം കൂടെ കണ്ട് ഈ ധാരണ ഫോർമലൈസ് ചെയ്യുന്നു, ഒപ്പിടുന്നു. UPയുടെ ഭാഗമായി നിന്നോളാം എന്ന് പറയുന്നു, ചെയ്യുന്നു. അങ്ങനെ അന്ന് ഞെട്ടിക്കാണോ അക്ഷരാർത്ഥത്തിൽ? ഞെട്ടി, ഒരിക്കലും പ്രതീക്ഷിച്ചു. അന്ന് രണ്ടാമത് പക്ഷേ അതിൽ അസോസിയേറ്റിനൊക്കെ എടുത്ത സ്ട്രോങ് സ്റ്റാൻഡ്, രണ്ടാമത് നിങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPIക്കാരും ബന്ധപ്പെട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു. അന്നേരം ഇപ്പുറത്തുനിന്ന് ഉറപ്പായല്ലോ, ആയി കഴിഞ്ഞല്ലോ. RSPക്ക് നഷ്ടപ്പെട്ട MP സ്ഥാനം തിരിച്ചു കിട്ടുന്ന ഒരു സുപ്രധാനമായ തീരുമാനമാണ്. അങ്ങനെയാണ് അതിലേക്ക്. പക്ഷേ നിയമസഭാ സീറ്റ് നിങ്ങൾ രണ്ടോട് ചേരുമ്പോൾ കൂടുതൽ ചോദിച്ചില്ലേ? അല്ല, അങ്ങനെ 5 സീറ്റിലേക്ക് വന്നത്. അതിനു മുമ്പ് നമുക്ക് 3 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ RSPക്ക് ഒറ്റ സീറ്റേ ഉള്ളായിരുന്നു. അപ്പുറത്ത് അവർക്ക് 4 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 5 കിട്ടി. അങ്ങനെ 5 കിട്ടി. പക്ഷെ കിട്ടിയത് ഏതൊക്കെ സീറ്റാണ്? 2 കൊള്ളത്തിലായിരുന്നു. 2 അല്ല, കുന്നത്തൂരിൻ്റെ ചരിത്രത്തിൽ 82 മാത്രമേ UDF ജയിച്ചിട്ടുള്ളൂ. RSPയുടെ പഴയ ആൾബലമൊന്നും ഇല്ലല്ലോ. എരയിപുരം 91 PKK ബാബ ജയിച്ചു കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ജയിക്കുന്നത്. അതേ ഉള്ളൂ. ആറ്റിങ്ങൽ, കിളിമാനൂർ അടങ്ങുന്ന ആറ്റിങ്ങൽ ഒരിക്കലും UDF ജയിച്ചിട്ടില്ല. പിന്നെ 5ാമത്തെ സീറ്റിന് വേണ്ടി ഞങ്ങൾക്ക് അന്ന് തന്ന കയ്പമംഗലം ഇന്നേ വരെ ജയിച്ചിട്ടില്ല. ശരി, 5 സീറ്റുകളിൽ ഗുണമുണ്ടായില്ല, ഒരു ഗുണമുണ്ടായില്ല. അത് കൂട്ടത്തിലാണ് കയ്യിലുള്ള സുരക്ഷിത സീറ്റായ ചവറയും തോറ്റ 2 തവണയും അങ്ങനെ പറ്റിയത്. മനസ്സിലാവും. അങ്ങനെയാണ് സംഭവം. LDF മണ്ഡലങ്ങളിലാണ് RSPക്ക് കിട്ടിയത്, ഞങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ നമുക്ക് സേഫായിട്ട് ലോക്സഭാ സീറ്റ് കിട്ടി. പക്ഷേ നിയമസഭാ സീറ്റ് പണ്ടത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞ എഫക്റ്റീവ്. UDF സ്ട്രോങ് ഹോൾഡായിട്ട് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഇത്തവണ തൂത്തുവാരി. കേരള കോൺഗ്രസ് ജോസഫിന് പ്രയോജനമുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ UDFന് വ്യക്തമായ മുൻതൂക്കമുള്ള മേഖലയിലാണ്. രക്ഷയില്ല, അവരുടെ ഒരു ഭാഗ്യമാണ് കിട്ടി 7 സീറ്റ്. അവരൊരു കഠിനാധ്വാനം ചെയ്ത് പ്രയത്നിച്ചു, അവർക്ക് ഉജ്ജ്വല വിജയം കിട്ടി. പക്ഷേ അവൻ്റെ ബേസിക് അവിടുത്തെ ഒരു UDF മണ്ഡലം പ്രദേശമാണ്. പക്ഷേ ഇവിടെ RSP മത്സരിച്ച ഇപ്പം 3-1 4 ജയിച്ചെന്ന് പറഞ്ഞാൽ അതിൽ 3ഉം LDF മേഖലയിലാണ് ഞങ്ങൾ പിടിച്ചെടുത്തേക്കുന്നത്. അതെ, അതൊരു ഭാഗ്യമല്ലേ. പക്ഷേ അപ്പം എന്തായാലും RSP പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പം 4 സീറ്റ് കിട്ടി. 96-ലായിരുന്നു ഞങ്ങൾക്ക് 5 MLAയും ഒരു MP ഉണ്ടായിരുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും 4 MLAയും ഒരു MPയും പാർട്ടിക്ക്. അദ്ദേഹം RSP ചേരാൻ സാധ്യത ഉണ്ടോ? നമ്മുടെ ഇല്ല, RSPയിലൊന്നും ചേർത്തില്ല. ഇല്ല, അങ്ങനെയേ ഉള്ള ഇതിൻ്റെ. പുള്ളി സ്വതന്ത്രനായിട്ട് RSPയുടെ സ്വതന്ത്രനായിട്ട് തന്നെ RSP പിന്തുണച്ച സ്വതന്ത്രൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം 5 വർഷക്കാലം നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. RSPയിൽ ചേർക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷെ നമ്മളുമായിട്ട് സഹകരിച്ചതിനായിരിക്കും പോകാൻ പോകുന്നത്. ഇനി ഉള്ളത് 5 വർഷം നമ്മളിപ്പോൾ അവസാനിപ്പിക്കുക. 5 വർഷം വരാൻ പോവാണ്, ഭരിക്കാൻ പോവാണ്. മന്ത്രി എന്ന നിലയിൽ മന്ത്രി വകുപ്പൊന്നും ആയിട്ടില്ല അറിയാം. എങ്കിൽ പോലും എന്താണ് എനിക്കിപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചെറിയ തർക്കങ്ങളിൽ വിഷമമുണ്ട്. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ ഈ സർക്കാർ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി തർക്കത്തിലൊക്കെ നമുക്കൊരു നിലപാടുണ്ടോ? അല്ല, മുഖ്യമന്ത്രി തർക്കം എന്ന് പറയുന്നത് മാധ്യമങ്ങളിൽ കാണുന്ന പോലൊരു തർക്കം കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, ആഗ്രഹങ്ങളുള്ളവരുണ്ട്, അവരെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഈ പിന്തുണയ്ക്കുന്നവർ കാണിക്കുന്നതൊന്നും ഈ തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. അതായിരിക്കുമല്ലോ ഇവിടെ നടപ്പിലാകുന്നത്. എന്നാൽ നേതാക്കന്മാരാരുമല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അമിതാവേശം കാണിക്കുന്നത് ആണ് ഇത്രയും ഒരു നെഗറ്റീവ്
ഇത് വരാൻ ഇടയാക്കുന്നത്. അതുണ്ടാകരുതെന്നുള്ള അഭിപ്രായമുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആരെ തീരുമാനിച്ചാലും ഞങ്ങളത് അംഗീകരിക്കുക. പ്രിഫറൻസ് ഒന്നുമില്ല. ഒരു പ്രിഫറൻസ് അത് അവരുടെ ശരിയല്ല, നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. അത് അവരുടെ ആഭ്യന്തര കാര്യം. പൊളിറ്റിക്കലി എത്തിക്കലി റോങ് അല്ലേ മറ്റൊരു കക്ഷിയുടെ നേതാവിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നതെന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ വിജയത്തിൻ്റെ തിളക്കത്തെ ബാധിച്ചിട്ടില്ലേ ഈ വിവാദങ്ങളും തർക്കങ്ങളും? ഇല്ല, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയാണല്ലോ. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എല്ലാ ദിവസവും വാർത്ത വരുമ്പോഴത്തേക്കിന് ഇതാണെന്ന് ജനമങ്ങ് വിശ്വസിക്കുന്നത്. അതിൻ്റെ നിങ്ങൾ പറയുന്നത് പോലൊരു സീരിയസ് വിഷയമായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആഗ്രഹങ്ങളുണ്ട്, യോഗ്യരായിട്ടുള്ള പലരുമുണ്ട്, അതെല്ലാം ശരിയാണ്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസിന്, ഇപ്പോൾ കർണാടകത്തിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാർ വരുമെന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ചു. അതെ, തീർച്ചയായിട്ടും എല്ലാവരും കരുതി സിദ്ധരാമയ്യ വന്നു. പക്ഷേ അത് പ്രശ്നങ്ങൾ പരിഹരിച്ച് അവിടെ കൊണ്ടുപോയി. വി എസ് അച്യുതാനന്ദൻ വരുമെന്ന് ഓർത്തപ്പോഴാണ് പിണറായി വന്നത്. ഇതെല്ലായിടത്തും വരുന്നതാണല്ലോ അല്ലേ. അപ്പോൾ സംഭവിക്കുക. അപ്പോൾ ഈ എന്തായിരിക്കും എൻ്റെ ഒരു ചോദ്യം, ഈ നമ്മൾ ഈ വരാൻ പോകുന്ന 5 കൊല്ലം 10 കൊല്ലം ജനം മടുത്തു. ആ മടുപ്പ് നിന്ന് കിട്ടിയൊരു വിജയമാണ്. യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ മേന്മയെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പരിധി വരാം ഉണ്ട് യു ഡി എഫിൻ്റെ. പക്ഷേ എങ്കിൽ പോലും ഈ മടുപ്പ് ഇനി ആവർത്തിക്കാതിരിക്കാനും 2011 ഉണ്ടായ പോലത്തെ വിവാദങ്ങൾ ഒഴിവാക്കി ഭംഗിയായി ചെയ്യാൻ എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ ഇടുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. ഒന്ന് ആദ്യം വളരെ ഇതായിട്ട് ഗൗരവത്തിൽ ഞാൻ കൺസേൺഡായി കാണുന്നത് സാമ്പത്തികം എങ്ങനെ റേസ് ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ കണക്ക് പരിശോധിച്ചാൽ ഏകദേശം 1 ലക്ഷം കോടി രൂപ കൊടുത്തു തീർക്കാനുണ്ട്. നമ്മുടെ ഒരു പ്ലാൻ സൈസ് എത്ര ഇപ്പോഴത്തെ 24,000-25,000 കോടി രൂപയാണ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നത്. ഏകദേശം ചെലവാക്കാൻ പ്ലാൻ സൈസ് വരുന്നത്. അന്നേരമാണ് 4 വർഷത്തെ കൊടുക്കാൻ കിടക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരുപാട് കൊടുക്കാനുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, കോൺട്രാക്ടർമാർക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ കിടക്കുന്നു. തദ്ദേശ സ്വയം അതെല്ലാം പ്ലാൻ വെട്ടിക്കുറയ്ക്കുകയാണ്, അത് കൊടുക്കുന്നില്ല. ഇതിപ്പം വർക്ക് ചെയ്തതിന് കോൺട്രാക്ടർമാർക്കും സർക്കാർ ജീവനക്കാർക്കും എല്ലാ മേഖലയിലും മരുന്ന് വാങ്ങിച്ചെടുത്ത് കൊടുക്കാനുള്ളത്, അരി ഇത് ചെയ്തതിന് കൊടുക്കാനുള്ളത്, അതൊന്ന് പരിഹരിക്കേണ്ട പ്രശ്നമാണ്. നെല്ല് സംഭരണത്തിൻ്റെ ഇതിന് കൊടുക്കാനുള്ളത്, ഇതെല്ലാ മേഖലയിലും കൊടുത്തു. അവസാനം ഇവർ ഈ പെൻഷൻ മാത്രം കൊടുക്കുക എന്നുള്ള ഒറ്റ പ്രയത്നത്തിലേക്ക് എല്ലാം മാറ്റി വെച്ച് പോയി. പിന്നെ സാമ്പത്തികം റേസ് ചെയ്യാതെ മറ്റു മാർഗ്ഗമില്ല. അതിന് വളരെ വ്യത്യസ്തമായി ചിന്തിക്കണം. പരമ്പരാഗത ഇന്നിപ്പോൾ GST ആയി കഴിഞ്ഞു, അവിടുന്ന് കിട്ടാവുന്ന പരിമിതിയുണ്ട്. വളരെ വ്യത്യസ്തമായ നിലയിലേക്ക് ചിന്തിച്ച് നടപടികളെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ക്രൈസിസ് തപ്പി നിൽക്കാതെ ഞാൻ പറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ മതിപ്പുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മതിപ്പ് എന്ത് ചെയ്യണമെങ്കിലും കാശ് വേണം. ഒരുപാട് വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതാ, ഇത് കൂടാതാണ് വാഗ്ദാനങ്ങൾ. 25 ലക്ഷം രൂപയുടെ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കും. പക്ഷെ അന്നേരം സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി വളരെ വ്യത്യസ്തമായി ചിന്തിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് ചർച്ച ചെയ്യണം. ജനങ്ങൾക്കൂടെ സ്വീകാര്യം. ഇപ്പോൾ പൊതുമേഖല, അത് സ്ഥിരമായി നഷ്ടത്തിലായിട്ടുള്ള പൊതുമേഖല എത്രയോ നമുക്ക് വാല്യൂ ഉണ്ട്. ലാൻഡ് വെള്ളാനയായി കൊണ്ട് നടത്തേണ്ട കാര്യം മോണിറ്റൈസ് ചെയ്യാവുന്നതല്ലേ അത്. അതെ, നമുക്ക് ആർക്കും വിൽക്കണ്ട, നമുക്ക് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. ഈ KSRTC പോലും ഇങ്ങനെ 1500 കോടി ഒരു വർഷം അങ്ങോട്ട് മുടക്കി എന്തിനു നടത്തുന്ന അത് വല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏൽപ്പിച്ചിട്ട്. KSRTC എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഒരു എസെൻഷ്യൽ സർവീസ്, ട്രാൻസ്പോർട്ടേഷൻ്റെ എസെൻഷ്യൽ സർവീസ്. ഞങ്ങൾക്ക് പ്രൈവറ്റ് ബസ് ഇല്ല ഇവിടെ യാത്ര ചെയ്യാനായിട്ട്. ഞങ്ങൾക്ക് ആവശ്യത്തിന് വാഹന സൗകര്യം. പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിലും രാത്രി 10 മണിക്ക് എത്ര ബസ് ഓടുന്നു? അല്ല, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏൽപ്പിക്കണം. ഏതാണല്ല രാത്രിയും ഇപ്പം പ്രോഫിറ്റബിൾ അല്ലാത്ത റൂട്ടിലും KSRTC ഓടുന്നല്ലോ യാത്ര. അത് മാത്രം ഓടിയാൽ മതി. അല്ല, അത് മാത്രമായിട്ട് പറ്റില്ല. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് KSRTC ഉദ്ദേശമല്ല, പബ്ലിക് സെക്ടറിലല്ലാതെ വരുന്നത് എങ്ങനെ നമുക്ക് മോണിറ്റൈസ് ചെയ്ത്. പിന്നെ അനാവശ്യം ഒരു പദവികളില്ലേ, അനാവശ്യമായ ഒരുപാട് കമ്മീഷനുകളും മറ്റേ ഇത് കുറേ. വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ ഈ കമ്മീഷനുകളിലൊന്നും ഒരു കാര്യമില്ല. പക്ഷേ മറ്റൊരു മറുവശം നോക്കേണ്ടത് ഇവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യണം. അല്ല, അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ഇതുകൊണ്ടൊന്നും പരിഹരിക്കാവുന്നതല്ല കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നം. നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ പറയാവുന്നില്ല. സർക്കാർ ചിലവ് ശമ്പളത്തിൻ്റെ കുറച്ചൊരു വെട്ടിക്കുറയ്ക്കുന്നത് കൊണ്ട് പരിഹരിക്കാവുന്ന അല്ല കേരളത്തിൻ്റെ വിഷയം. വളരെ നമുക്ക് ഭയങ്കര സ്കോപ്പുണ്ട്. എഡ്യൂക്കേഷൻ്റെ ഡെസ്റ്റിനേഷൻ ആക്കണം, ഹയർ എഡ്യൂക്കേഷൻ്റെ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ആക്കണം. ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം സംരംഭകർക്ക് എന്തെങ്കിലും ചെയ്യണം. ഹെൽത്ത് കെയർ ഗവൺമെൻറ്റിന് പ്രൈവറ്റിനെ പോലെ ഇൻവെസ്റ്റ് ചെയ്ത് ഗവൺമെൻറ് പബ്ലിക് ഹെൽത്ത് കൊണ്ടുപോകാൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതിനൊരു ബദൽ സംവിധാനം, നമുക്കൊരു ബദൽ സംവിധാനം അറേഞ്ച് ചെയ്ത് സാധാരണക്കാരനും മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ ടൂറിസം, ഇപ്പോഴേ ടൂറിസം ഉണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റാണ് കൂടുതലായി കേരളത്തിലേക്ക് വരുന്നത്. ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാലും ഞാൻ ലോകത്തെല്ലായിടത്തും പോയി ടൂറിസ്റ്റ് സെൻറ്റേഴ്സിൽ പോയിട്ടുള്ളതാണ്.
കാശുള്ള ഏതെങ്കിലും ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഇവിടെ വരുന്നു, വരേണ്ട കാര്യമില്ല, അവർക്ക് വന്നിട്ട് ഇവിടെ അതിനുള്ള സൗകര്യമില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒരു സൗകര്യം. അത് വന്നാലല്ലേ എക്കോണമി ഡെവലപ്പ് ചെയ്ത്. അതെ അതെ, നമ്മുടെ ഈ അടുത്തുള്ള മറ്റേ മാൽഡീവ്സിന്റെ സൗകര്യം പോലും നമ്മൾ ഒരുക്കി കൊടുക്കുന്നില്ല. മാൽഡീവ്സിൽ $1000 കുറഞ്ഞ ഒരു റൂമിന്. അതെ, എന്ന് പറഞ്ഞാൽ 90,000 രൂപ ഒരു റൂമിന്. ഇവിടെയും ചിലവാകും, അതുപോലെ ചെയ്തു കൊടുക്കണം. അതുപോലെ ചെയ്താൽ പോവും. ഞാൻ പറഞ്ഞ ഇവർ വന്ന് നമ്മുടെ ഈ കൺസെപ്റ്റിൽ ഇവർ വന്ന് ഈ റിസോർട്ടിനകത്ത് ഇരുന്നിട്ട് റിസോർട്ടിൽ നിന്ന് തിരിച്ച് മടങ്ങുന്ന അല്ല ടൂറിസ്റ്റ്. അല്ല, ഞാൻ പറയാം, കുമരകം പോലൊരു സ്ഥലത്ത് എല്ലാ ഇടത്ത് പോയി കഴിഞ്ഞാലും, ഞാൻ ലാസ് പാൽമസ് എന്ന് പറഞ്ഞ സ്പെയിൻ്റെ ഒരു കോളനി, ആഫ്രിക്കയ്ക്ക് അപ്പുറത്തുള്ള ലാസ് പാൽമസ് ചെയ്യാൻ പോയി. അവിടെ സന്ധ്യ ചുറ്റിനും അപ്പാർട്ട്മെൻറ്റ്സാണ്, എല്ലാം ഒരു സിറ്റി സ്ക്വയർ ഉണ്ട്. ഈ എല്ലാ ഫ്ലാറ്റിൽ ഈ ടൂറിസ്റ്റായിട്ട് വന്ന് ഓരോ താമസിക്കുന്നത് രാത്രിയാകുമ്പം ഈ സ്ക്വയറിലേക്ക് വിട്ടു. അവിടെ പാട്ടും ഡാൻസും ഇത് പബ്ബും ബാറും, അങ്ങനെ അവിടെ ഭയങ്കര ഒരു ലൈഫ് ഉണ്ടാകുകയാണ്. ഈ പറഞ്ഞ പോലെ നമുക്കും അത്തരം സെൻറ്റേഴ്സ് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ 5 സ്റ്റാറും വേണം, 3 സ്റ്റാറും വേണം, 2 സ്റ്റാറും വേണം, ഇവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലവും വേണം. ഇവിടെ ബിയർ കഴിക്കണേ പമ്മി ഇരിക്കണ്ടേ? എന്തിന് ഈ സൂഡോ ഉള്ള ഈ കപട ഇതുണ്ടല്ലോ, എനിക്കറിയാം എന്തിനു വേണ്ടി. അതെല്ലാം ഒന്ന് പൊളിച്ചെഴുതിയാൽ മതി, ഒന്നുമില്ല. ഇത് പരമ്പരാഗതമായ ഈ കൺസെപ്റ്റുകളെല്ലാം പൊളിച്ചെഴുതിയാൽ വളരെ എളുപ്പത്തിൽ പറ്റും. ഈ ആലപ്പുഴ നഗരം മാത്രം എടുത്ത് ഒന്ന് ശുദ്ധീകരിച്ച് കുറെ സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ എന്തോ ഒരു മാറ്റം ഉണ്ട്. ഓരോ പ്രദേശത്തും ഇപ്പം കൊല്ലം ഞാൻ ചോദിക്കട്ടെ, ബീച്ച്, ബാക്ക് വാട്ടർ, ഹിൽ ടൂറിസം മൂന്നും ഉള്ളത് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യം. ഇവിടെ വരുന്നത് തെന്മല അവിടെ എല്ലാം ഉള്ളതല്ലേ ഇത്. മനസ്സിലായി. ഞാൻ ചോദിച്ചത് ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ. ഒരു കാലഘട്ടത്തിൽ കേരള ടൂറിസം ലോകം അറിയപ്പെട്ടു. ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടു, 4 വർഷം മുമ്പ് 5 വർഷം മുമ്പ് റിയാസ് കാരവാൻ ടൂറിസം ഉദ്ഘാടനം ചെയ്തു. ഷാജൻ അമേരിക്കയിൽ പോയ ഷാജൻ പറ, അമേരിക്കയിലാണ് കാരവൻ ടൂറിസം, അത് കേരളത്തിൽ നടപ്പിലാകുമെന്ന് വിചാരിച്ചാൽ എന്തൊരു അബദ്ധസഞ്ചാരമാണെന്ന് ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളെല്ലാം പോയി, എല്ലാം കാറ്റടിച്ചു. അത് പോട്ടെ, അതെല്ലാം ഗ്ലാസ് ബ്രിഡ്ജുകളെല്ലാം പൊട്ടി. കാരവൻ ടൂറിസം എന്ന് പറഞ്ഞാൽ കാരവൻ ടൂറിസം ആകുന്നത് എങ്ങനെയാണ്? അവിടെ ഏറ്റവും കൂടുതൽ ഹോംലെസ് ഉള്ളത്. അതെ, അതിൽ നിന്നാണ്. എന്നിട്ട് പോകുന്നവർക്ക് ഒരു റൂം എടുത്ത് താമസിക്കാൻ ഉള്ള കാശ് വേണ്ട, ഒരിടത്ത് പാർക്ക് ചെയ്ത് അവിടെ തന്നെ താമസിക്കാൻ എന്നുള്ള ഇതാണ്. അതിൽ നിന്നാണ് ഹോട്ടലെടുത്തത്. അവിടൊക്കെ ഓരോ കാരവൻ പാർക്കിംഗ് സ്ഥലത്ത്, കാരവൻ്റെ ക്യാമ്പുകളിൽ എന്തൊക്കെ ഫെസിലിറ്റിയാണുള്ളത്. ഞാൻ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ പോയി കാണുന്നതല്ലേ, നമ്മൾ ഈ കാരവൻ എടുത്ത് പോയിട്ടുള്ളതാണ്. അതെ, നമ്മളൊരു ത്രില്ലിന് കാരവൻ എടുത്ത് പോകും, അത് വേറെ കാര്യം. സാറിന് സമയം ഒരുപാടായെന്ന് എനിക്കറിയാം, വളരെ സന്തോഷം. നമുക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും എനിക്ക് എത്ര ഉള്ളൂ, ഈ വരുന്ന 5 വർഷം പേരുദോഷം കേൾപ്പിക്കാതെ നല്ല വ്യത്യസ്തമായ രീതിയിൽ ഭരണം നടത്തി ജനങ്ങൾക്ക് അതിനുള്ള എല്ലാ സഹായവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.